വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിന് വേണ്ടുന്ന കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാവും നിങ്ങൾ കേട്ടോ. അപ്പം അതിൻ്റെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇപ്പോൾ ഒരു പടം തന്നിട്ട് എന്താണ് ആ പടമെന്നും ആ പടത്തിനകത്തിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ തന്നിട്ട് അതിൻ്റെ ധർമ്മങ്ങൾ എന്താണ്, അല്ലേ, ഫങ്ഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത് കേട്ടോ. അതുകൊണ്ട് ആ രീതി പ്രതീക്ഷിച്ച് വേണം നിങ്ങൾ പോകാൻ. LKG അല്ലെങ്കിൽ 3ലും 4ലും പഠിക്കുന്ന പോലെ വാട്ട് ഈസ് വെർട്ടിക്കൽ ഫാമിങ് അങ്ങനെയൊക്കെ ഉള്ളതും പഠിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നതെന്ന് പറയുക ക്വസ്റ്റ്യൻ ഭയങ്കര കട്ടിയായിരിക്കും എന്നൊക്കെയാണ് പിന്നെ നമ്മൾ പറയുന്നില്ലേ. നമ്മൾ പഠിച്ചുകൊണ്ട് പോയതൊന്നും അല്ല വന്നത്, ഇതൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പം ഏത് രീതിയിൽ ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈ ബയോളജിക്കകത്തിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജും പിന്നെ സവിശേഷതകളും അല്ലേ ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഈ തരുന്നത് കുറേയൊക്കെ കേട്ടോ എല്ലാം വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കുഞ്ഞുങ്ങളെ, കാരണം ഞാനല്ല ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല, എല്ലാം ഒരു ഊഹം മാത്രമാണ്. അപ്പോൾ ഒരു മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്തായാലും ഒരു 10 എണ്ണം പഠിച്ചു വെച്ചാൽ എന്തായാലും അതിനകത്ത് നിന്ന് 1-2 എണ്ണം ചോദിക്കുമെങ്കിൽ കേട്ടോ. അപ്പം നിങ്ങളെ കൊണ്ടൊക്കെ ആവുന്നതിനെ നിങ്ങൾ പഠിക്കും. ഇത് മൊത്തം അങ്ങ് പഠിയെന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് എത്രയും പഠിക്കാൻ പറ്റുമോ കേട്ടോ. എല്ലാവരും ഒരേ രീതിയിലാവണമെന്നില്ലല്ലോ, ഓരോ കുട്ടികളും ഓരോ രീതിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര പഠിക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും പഠിക്കുക കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ എയിം എന്താ, നമ്മളിത് പഠിക്കുക അല്ലേ, പഠിച്ച് എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളതാണ് അല്ലേ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പം നമുക്ക് തുടങ്ങാം. ഒരു മാർക്കിൻ്റെ നോക്കിക്കേ, ഇത് കഴിഞ്ഞ നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ബയോളജിയുടെ ഏതാണെന്നറിയോ, ജീവൻ്റെ വൃക്ഷവും അതുപോലെ കോശങ്ങളും കോശജാലങ്ങളും. അതായത് നമുക്ക് 9ാമത്തെ പാഠവും 16ാമത്തെ പാഠവുമാണ് മെയിൻ കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദ്യവും അതിനകത്തു നിന്നാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളതും അതിൻ്റെ തൊട്ട് കുറേ കിടക്കുന്നതും ചാപ്റ്ററിൽ നിന്നും കുറേശ്ശെ ചോദിക്കാം. നോക്കിക്കേ കുഞ്ഞുങ്ങളെ, വെർട്ടിക്കൽ ഫാമിംഗ് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? അതൊക്കെ മെത്തേഡ് വേർ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയേഴ്സ്. അതായത് ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന രീതിയാണ്. പടം ഉൾപ്പെടെ നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. ലംബമായിട്ട് അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന രീതിയാണ് എ മെത്തേഡ് വെയർ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയർ കേട്ടോ. ഞാൻ ഇച്ചിരി സ്പീഡിൽ ഇനിയും പറഞ്ഞു പോവും. നിങ്ങൾ എന്ത് ചെയ്താൽ പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ എഴുതിയെടുക്കുക, പഠിക്കുക. അതല്ല ഫോണിൽ നോക്കി പഠിക്കുന്നവരും ഉണ്ട്, അതല്ല എഴുതിയെടുത്ത് പഠിക്കുന്നവരുണ്ട്. പിന്നെ രക്ഷകർത്താക്കൾ ചില നല്ല കയ്യക്ഷരമുള്ള ഞാൻ അങ്ങനെ പറഞ്ഞല്ല, വലുതായിട്ട് ഈ അമ്മമാരുണ്ടല്ലോ. ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ പഠിപ്പിച്ചു. എന്തെന്നറിയോ, ഇങ്ങനെയുള്ള നോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഞാനത് വലുതായിട്ടൊരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കും. എന്നിട്ട് ഇയാളെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരുമല്ലോ, വൈകിട്ട് വരുമ്പോൾ 7 മണി തൊട്ട് ഒരു 10 മണി വരെ ഞാൻ എത്ര ഇതാണെന്നെങ്കിലും പിടിച്ചിരുത്തി പഠിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഈ കുട്ടിക്ക് അറിയാം എന്നെ 7 മണിയാകുമ്പോൾ പോക്കും, എവിടെ പോയാലും എന്നെ 7 മണിയാകുമ്പോൾ 10 മണി വരെ പിടിച്ചിരുത്തുമെന്നൊരു ഇതുണ്ടോ നിങ്ങളെ എന്ന് പറയുന്ന പോലെ രക്ഷകർത്താക്കളും കൂടെ ഇപ്പം നമ്മൾ ട്യൂഷന് വിട്ടു അല്ലെ സ്കൂളിൽ വിട്ടു എന്ന് കരുതി പിള്ളേർ പഠിക്കണമെന്നോ അവർക്ക് മാർക്ക് കിട്ടണമെന്നില്ല. നമ്മൾ രക്ഷകർത്താക്കളും കൂടെ വിചാരിക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞിന് മാർക്ക് വേണമെന്ന് രക്ഷകർത്താക്കളൂടെ വിചാരിക്കണം കുഞ്ഞുങ്ങളെ. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇച്ചിരി വലുതായിട്ടൊരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു ദിവസം ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒന്ന് പിടിച്ചിരുത്തി നോക്കിയേ. 2 കൊടുത്താലും വേണ്ടില്ല, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അല്ലേ, നമുക്ക് 2 കൊടുത്താലും വേണ്ടിയില്ല, പിടിച്ചിരുത്തി പഠിപ്പിക്കുക. അപ്പം നമ്മളും കൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കാമെങ്കിലുണ്ടല്ലോ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. അപ്പം ഇനി ഞാൻ സ്പീഡിൽ പോവുകയാണ്. സ്മാർട്ട് ഫാമിംഗ് എന്താണ്? സ്മാർട്ട് ഫാമിംഗ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജീസ് ഓർ പ്രാക്ടീസ് ഇൻ അഗ്രികൾച്ചർ. സ്മാർട്ട് ഫാമിംഗ് എന്ന് വെച്ചാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് കുഞ്ഞുങ്ങളെ സ്മാർട്ട് ഫാമിംഗ്. അപ്പം വെർട്ടിക്കൽ ഫാമിങ്ങും സ്മാർട്ട് ഫാമിംഗ് നിങ്ങളുടെ ഡിഫറൻസ് ചോദിച്ചാലും എഴുതാൻ പറ്റുമല്ലോ. മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അടുത്ത ഈ അമിനോ ആസിഡ് ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളെ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശാലമായിട്ട് പഠിച്ചതാണ്. നമുക്ക് വിശാലമാവാൻ സമയമില്ല. അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്. These showed that life could have started from non-living chemicals under the right conditions. അമിനോ ആസിഡുകൾ എന്ന് വെച്ചാൽ പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ കേട്ടോ. ഇതൊക്കെയാണ് 1 മാർക്കിൻ്റെ ചോദ്യം ഒന്ന് കേട്ടോ. ഞാനിപ്പോൾ അമിനോ ആസിഡുമായിട്ട് ബേസ് ചെയ്ത് നോക്കും നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും കേട്ടോ. ഇതൊക്കെ അങ്ങ് എഴുതി വെക്കണം.
അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ. എനിക്കത് അറിയത്തില്ല. അമിനോ ആസിഡോ അതെന്തുവാ, അത് ഏത് ബേക്കറി കിട്ടും ഇല്ലേ, അങ്ങനൊന്നും ചോദിക്കില്ലേ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ അല്ലേ. പ്രോട്ടീനുകൾ ജീവിതത്തിന് വളരെ പ്രധാനമാണ്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവ ഘടകങ്ങൾ കേട്ടോ, അതൊക്കെ ഒന്ന് ഓർത്തോണേ. നോൺ ലിവിങ്, ലിവിങ് ഇൻ നോൺ ലിവിങ്, ലിവിങ് എന്ന് വെച്ചാൽ ജീവനുള്ളവ, ജീവനില്ലാത്തവയാണ് നോൺ ലിവിങ് അല്ലേ. അനുയോജ്യമായ സാഹചര്യത്തിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്ന് ഇത് തെളിയിച്ചു എന്നാണ് അമിനോ ആസിഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് എഴുതണം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നറിയോ, അനുയോജ്യമായ സാഹചര്യത്തിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്ന് ഇത് തെളിയിച്ചു കേട്ടോ. ഈ ലാസ്റ്റ് പോയിന്റ് ഓക്കെ ആണല്ലോ. എന്താ നിങ്ങൾ ടിഷ്യൂസ്, the group of similar type of cells are known as tissues. The group of similar type of cells are known as tissues. കലകൾ എന്നാൽ എന്താണ്? ടിഷ്യൂ മീൻസ് കലകൾ. ഈ സെല്ലുകളൊക്കെ ചേരുന്ന കുഞ്ഞുങ്ങളെ കലകൾ, സെല്ലുണ്ടല്ലോ, സെല്ല്, ഈ സെല്ലുകൾ എന്താ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂ കേട്ടോ. സമാനമായ കോശങ്ങളുടെ സമൂഹത്തെയാണ് കോശജാലം അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ 4 എണ്ണം. അടുത്ത 5ാമത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരൻകൈമ. കോളൻകൈമയും പാരൻകൈമയും ഒക്കെ ഓർമ്മയുണ്ടോ? എന്താ പ്രധാനപ്പെട്ട മാത്രം എഴുതിയേക്കുന്നത് പാരൻകൈമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. പാരൻകൈമയുടെ സവിശേഷത എന്താണ്? കണ്ടെയ്ൻ ലിവിങ് സെൽസ്, സം പാർട്ട് ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ്, തിൻ സെൽ വാൾ. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. പാരൻകൈമയെ കുറിച്ചാണ്. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയത്, ചിലതിന് വിഭജിക്കാനുള്ള കഴിവുണ്ട്, കനം കുറഞ്ഞ കോശഭിത്തി ആയിരിക്കും കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്, എന്താ അറിയോ? 3 പേരെ ഇത് പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലെറിൻകൈമ കേട്ടോ. കോളൻകൈമയുടെ സവിശേഷത എന്താ? പാരൻകൈമ പഠിച്ചു വെച്ചേക്കണേ. ചിലപ്പോൾ ഡിഫറൻസ് ചോദിക്കുക ഇവ 3 എണ്ണം കൂടെ കേട്ടോ. ഏതെങ്കിലും 2 എണ്ണം, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറിൻകൈമ. പേര് ഇച്ചിരി കട്ടിയാ, നാക്കൂരി പോവല്ലേ കേട്ടോ. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറിൻകൈമ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് കോളൻകൈമയുടെ നോക്കിക്കേ, ലിവിങ് ടിഷ്യൂസ്, സെൽവാൾ മെയ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് എന്താ പെക്റ്റിൻ കേട്ടോ. പ്രോട്ടീൻ എന്ന് വരയ്ക്കല്ലേ, പെക്റ്റിൻ എന്നാണ് കേട്ടോ, പെക്റ്റിൻ. ദ സെൽവാൾ ഈസ് തിക്കർ ഒൺലി ഇൻ സം പാർട്ട്. എന്താ നിങ്ങളെ, ഇത് ലിവിങ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ ഇതൊരു സജീവ കലയാണ്. സജീവൻ്റെ കലയല്ല, സജീവ കലയാണ്. പിന്നെ സെല്ലുലോസ്, പെക്റ്റിൻ, പെക്റ്റിൻ തന്നെ വായിക്കണേ, എന്നിവ കൊണ്ട് നിർമ്മിതമായ കോശഭിത്തിയാണ്. ആരുടെ? കോളൻകൈമയുടെ ആണേ. അവയുടെ ചില ഭാഗങ്ങളിൽ കട്ടി ഭയങ്കര കൂടുതലായിരിക്കും. ഏതാ? കോളൻകൈമയുടെ ചില ഭാഗങ്ങളിൽ കട്ടി കൂടുതലായിരിക്കും. ഏറ്റവും കട്ടി കുറവ് ഏതിനായിരിക്കും? പാരൻകൈമയ്ക്ക. തിരിഞ്ഞു പോകല്ലേ. ഏറ്റവും കട്ടി കുറവ് പാരൻകൈമയ്ക്കും, ഭയങ്കര കട്ടി കോളൻകൈമയ്ക്കും. അങ്ങനെയാണെങ്കിൽ സ്ക്ലെറിൻകൈമ എന്തോ ഇത് രണ്ടും കൂടെ ചേർന്നതാണോ നോക്കാം. ഡെഡ് സെൽസാ കേട്ടോ. ഡെഡ് സെൽസ്, തിക്ക് സെൽവാളാണ്. നിർജീവ കോശങ്ങൾ, കട്ടികൂടിയ കോശഭിത്തി. എന്താ? പ്രൊവൈഡിങ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്ട് അല്ലേ. എന്താ ഡെഡ് സെൽ എന്ന് വെച്ചാൽ എന്താ? നിർജീവ കോശങ്ങളാണ്. നിർജീവ കോശങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ചത്ത സെല്ലെന്നൊക്കെ പറയത്തില്ലേ, ഒരു പ്രയോജനവും ഇല്ലാത്തത് അല്ലേ. തിക്ക് സെൽവാള്, കട്ടികൂടിയ കോശഭിത്തിയാണ് കേട്ടോ. നമ്മുടെ കോളൻകൈമയുടെ കൂട്ട് തന്നെ ഇതിനും എന്താണ്? അതിനേക്കാൾ കട്ടിയാണ് ഇതിന് കേട്ടോ. കോളൻകൈമയെ കാട്ടി കട്ടിയാണ് എന്തിനാ? ഈ സ്ക്ലെറിൻകൈമയ്ക്ക്. പിന്നെയോ സസ്യഭാഗങ്ങൾക്ക്, നമ്മുടെ സസ്യങ്ങൾ പ്ലാന്റ്സിനൊക്കെ ദൃഢതയും താങ്ങും നൽകും. നല്ല താങ്ങ് കിട്ടും. ആ താങ്ങല്ല കേട്ടോ, സത്യഭാമയെന്ന്. സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നത് ആരാണ്? സ്ക്ലെറിൻകൈമ. അപ്പോൾ താങ്ങ് നൽകുന്നത് സ്ക്ലെറിൻകൈമ കേട്ടോ, എന്ന് വെച്ചാൽ സപ്പോർട്ട് നൽകുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 എണ്ണം ഒന്ന് പഠിക്കണേ നിങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരൻകൈമ ഏതാ ചോദിക്കുന്നത് നമുക്കറിയത്തില്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലെറിൻകൈമ. ഓക്കെ ആണോ? എഴുതിയെടുക്കണേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾ ഈ സെൽവാള് എന്താണ് നോക്കിയേ. ഇതിങ്ങനെ ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ? മലയാളം ഇംഗ്ലീഷും കൂടെ അറിയാൻ വേണ്ടിയാണ്. സെൽവാൾ ഈസ് എ റിജിഡ് ലെയർ ഔട്ടഡ് ടു ദ സെൽ മെമ്പറൈൻ. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻസ് ആൻഡ് ഷേപ്പ് ടു ദ സെല്ല്. ഇൻ പ്ലാന്റ്സ് സെൽവാൾ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഇതിനകത്തിൽ ഇങ്ങനെ ഈ സെൻറ്റൻസ് ആയിട്ട് വരുന്നത് എന്താണെന്നറിയോ? ഇതിലൊക്കെ ഓരോ മാർക്കിൻ്റെ ചോദ്യമുണ്ട് കേട്ടോ. ഇപ്പം ഇൻ പ്ലാന്റ്സ് സെൽവാൾ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. എന്താ നിങ്ങളെ സെല്ലുലോസ് കണ്ടോ. അങ്ങനെയും ചോദ്യം ചോദിക്കാം, നമുക്കറിയില്ലല്ലോ എങ്ങനെയാ ചോദിക്കുന്നത്. കോശസ്തരത്തിന് പുറത്തുള്ള കോശസ്തരം, ആ ടെസ്റ്റിനകത്തിൽ കോശത്തിൻ്റെ സെൽവാളും സെൽ മെംബ്രെയിനും ഒക്കെ എന്താണെന്ന് പടം കൊടുത്തിട്ടുണ്ടേ. പടം നല്ലതുപോലെ പഠിച്ചിരിക്കണം കേട്ടോ, അതിൻ്റെ ഭാഗങ്ങൾ കേട്ടോ. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് ഈ കോശഭിത്തി. ഇത് കോശത്തിന്, നമ്മുടെ ആ കുഞ്ഞു കോശം ഉണ്ടല്ലോ ചെറുത്, ആ കോശത്തിന് സംരക്ഷണവും ആകൃതിയൊക്കെ നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് കുഞ്ഞുങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തിൽ തന്നെ 1 വേഡുകൾ ഒരുപാട് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ.
ഒളിഞ്ഞിരുന്നതിനെയൊക്കെ നമ്മൾ ഇവിടെ നേരെ എടുത്ത് വെച്ചിരിക്കുക. നിങ്ങളത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. 8 എണ്ണമായി. ഓക്കെ ആണല്ലോ. 9ാമത്തെ എന്താ പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം എന്നാൽ എന്താണ്? ജീവദ്രവ്യം എന്നാൽ എന്താണ്? പ്രോട്ടോപ്ലാസം കൺസിസ്റ്റ് ഓഫ് ഓൾ ദ കോമ്പോണൻറ്റ്സ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഇൻക്ലൂഡിംഗ് ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ? മർമ്മവും കോശദ്രവ്യം. ഈ മർമ്മം എന്ന് വെച്ചാൽ എന്തോന്നറിയോ? മർമ്മം ന്യൂക്ലിയസ് കേട്ടോ. സൈറ്റോപ്ലാസം കോശദ്രവ്യം ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം പ്രോട്ടോപ്ലാസം. മനസ്സിലായോ? ഓക്കെ ആണേ. അടുത്തത് സൈറ്റോപ്ലാസം. പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ചോദിക്കാം. മുമ്പേ ക്ലോറൻകൈമ പാരൻകൈമ അത് പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ 2 പേരാണ് ഇതും കേട്ടോ. ഈ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്നത്. ഏത് രീതിയിലും ചോദ്യം വരാം കുഞ്ഞുങ്ങളെ. എങ്ങനെയാണ് വരുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നിരിക്കുന്നത് കേട്ടോ. ചോദ്യം അറിയാമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് പറയാറുണ്ട്. ഇപ്പോൾ അറിയില്ലല്ലോ എങ്ങനെയാണ് ചോദിക്കുന്നതെന്നല്ലേ. അപ്പം മോഡലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെന്ന് ചോദിക്കാം, പക്ഷേ ഏതാണെന്ന് നമുക്കറിയില്ല അല്ലേ. നോക്കിയേ, സൈറ്റോപ്ലാസം നോക്കൂ നിങ്ങളെ. ജെല്ലി അല്ലേ, ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ഇൻ ദ സെല്ല്. ഇറ്റ് മെയിൻറ്റെയിൻ ഓൾ ദ ഓർഗനൽസ് ഇൻ ദെയർ പ്ലേസ് ആൻഡ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻസ്. നമ്മുടെ ഈ കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള അതിനകത്തിൽ പടത്തിനകത്തിൽ തന്നെ നിങ്ങൾ നോക്കി അറിയാം. അതിനകത്തിൽ ജെല്ലി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലൂയിഡ് അല്ലേ, ഫ്ലൂയിഡ് അതെ, ജെല്ലി പോലുള്ള ദ്രാവകമാണ് ഇത്. എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുന്നു. ഈ ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ടാണ് ഇന്നത് ഓരോരുത്തരത്ത് പോയി ഇരിക്കുന്നത് കേട്ടോ. നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു. ആരാ? കോശദ്രവ്യമാണേ. ഓരോന്നും അതാത് രീതിയിൽ തന്നെ പഠിക്കണേ കേട്ടോ. അടുത്ത കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഏതാവും നിങ്ങളെ? ഡാഷ് ഇസ് ദ സെന്റർ ദാറ്റ് കൺട്രോൾ ദ സെല്ല്. ആരാ? ന്യൂക്ലിയസ് കേട്ടോ, മർമ്മമാണ്. ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ്. എന്താണ് ഈ പ്ലാസ്റ്റിഡ്സ് അല്ലേ? പ്ലാസ്റ്റിക്കിൻ്റെ ആരെങ്കിലും ആണോ നിങ്ങൾ? ഈ പ്ലാസ്റ്റിഡ്സ് ജൈവകണങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. ജൈവകണങ്ങൾ എന്നാൽ എന്തെന്ന് നമ്മളിത് ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതിനകത്തിലുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങളിത് പഠിക്കാന്നുള്ളത്. അതിനെ തിരിച്ചു മറിച്ച് ഇപ്പോൾ ജൈവകണങ്ങൾ എന്നാൽ എന്ത്, അത് എത്ര വിധം എന്നാണ് കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ ചോദിച്ചാൽ എന്തോ ചെയ്യും നിങ്ങളെടുത്ത്? വിവിധതരം ജൈവകണങ്ങൾ ഏതെല്ലാം? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് കേട്ടോ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഹരിതകണങ്ങൾ, ക്രോമോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ വർണ്ണകണങ്ങൾ, പിന്നെ ലൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ശ്വേതകണങ്ങൾ കേട്ടോ. ആഹാരം നിർമ്മിക്കുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ഈ പ്ലാസ്റ്റിഡ്സ് എന്ന് വെച്ചാൽ. ജൈവകണങ്ങൾ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അത് എഴുതിക്കൂടായോ? മലയാളം മീഡിയക്കാർക്ക് നിങ്ങൾ ഇംഗ്ലീഷുണ്ട്. ആഹാരം നിർമ്മിക്കുന്നതിനും അത് സംഭരിക്കുന്നതിനും സഹായിക്കുന്ന, നമ്മളും ആഹാരം ഉണ്ടാക്കില്ല അടുക്കളയിൽ, അത് നിർമ്മിക്കുന്നതിനും അത് സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ഈ ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർ അതെങ്ങനെ പറയും? പ്ലാസ്റ്റിഡ്സ് ആർ സ്പെസിഫിക് പാർട്ട് ഇൻ ദ പ്ലാന്റ് സെൽസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് കേട്ടോ. അങ്ങനെ പഠിക്കണേ. ഒറ്റ വരിയുള്ളൂ നിങ്ങൾ, ഒരു മാർഗ്ഗം കളയണ്ട കേട്ടോ. ഇതൊക്കെ എളുപ്പമല്ലേ? പ്ലാസ്റ്റിഡ്സ് ആർ സ്പെസിഫിക് പാർട്ട് ഇൻ ദ പ്ലാന്റ് സെൽസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് കേട്ടോ. അടുത്തത്, ഇൻ പ്ലാന്റ്സ് സെല്ല് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഒരു സസ്യകോശത്തിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏത്? ഒരു സസ്യകോശത്തിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏത്? ഒരു മാർഗിൻ്റെ ആണ്, സെല്ലുലോസ് ആണ് കേട്ടോ, സെല്ലുലോസ്. അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് സെൽ വാൾ ഇൻ പ്ലാന്റ് സെല്ല്? വാട്ട് ഈസ് ദ ഫങ്ഷൻസ്? എന്താ നോക്കിയേ. സസ്യകോശത്തിലെ കോശഭിത്തിയുടെ ധർമ്മം എന്താണ്? സസ്യകോശത്തിലെ കോശഭിത്തിയുടെ ധർമ്മം എന്ത്? സെൽ വാൾ ഈസ് എ റിജിഡ് ഔട്ടർ ലെയർ ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു ദ സെല്ല്. Cell wall is a rigid outer layer to provide protection and shape to the cell. ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള കാഠിന്യമുള്ള പാളി. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു സസ്യകോശം അല്ലേ, ഒരു സസ്യകോശത്തിൻ്റെ, നല്ലപോലെ അത് പഠിക്കണേ നിങ്ങൾ കേട്ടോ. ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള പടം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏറ്റവും പുറമേയുള്ള കട്ടിയുള്ള ഭാഗമാണ് കോശഭിത്തി. ഇത് സസ്യകോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ഓക്കെ ആണോ? 15 16ാമത്തെ, ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് സെല്ല്. എന്താ നിങ്ങളെ? കോശങ്ങളെക്കുറിച്ചുള്ള പഠനം. സെൽ ബയോളജി, കോശവിജ്ഞാനീയം കേട്ടോ.
എന്താണ് കോശങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ പറയുന്നല്ലോ, കുറച്ച് നേരം കൊണ്ട് സെല്ല് കോശം എന്ന് പറയുന്നില്ല. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് എന്താ പറയുന്നത്? സെൽ ബയോളജി, കോശവിജ്ഞാനീയം. ഹു ഗേവ് ദ നെയിം സെൽസ് ടു സെല്ല്? കോശങ്ങൾ എന്ന് പേര് നൽകിയതാരാ? എങ്ങനെ ഇരിക്കും? കോശങ്ങൾ എന്ന് പേര് നൽകിയ ആരാ? റോബർട്ട് ഹൂക്ക്. കേട്ടോ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഏതാണ്ട് ഇതൊന്നും അറിയണേ. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ആദ്യമായിട്ട് കോശത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹൂക്കാണ്. അദ്ദേഹം ഒരു കോർക്ക് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഷട്ടിൽ കളിക്കുന്ന കോർക്കാണോ? അല്ല, നമ്മുടെ ഈ ഏത് മരമാണെന്ന് അറിയാമോ? ഏതായിരുന്നു? പൈൻ മരം പോലെ അല്ലേ? അതേപോലെ ഒരു മരത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയുണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ്. നമ്മൾ ഈ റബ്ബറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒത്തിരി പ്രായം ചെന്ന റബ്ബറൊക്കെ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയർ ഇങ്ങനെ ഇളകി പോകുന്ന കാണാം അല്ലേ? അങ്ങനെയുള്ളതിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ റോബർട്ട് ഹൂക്ക് പരിശോധിച്ച് നോക്കി. അപ്പം സെല്ലെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? അറകൾ എന്നാണ്. എന്താ നിങ്ങളെ? അറകൾ. കേട്ടോ, റോബർട്ട് ഹുക്ക് ഇതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതി. അതിനെ നമ്മൾ മൈക്രോഗ്രാഫിയ എന്നാണ് പറയുന്നത്. കേട്ടോ, പിന്നെയോ അപ്പം അദ്ദേഹം ഒരു കോർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ആ പാളിക്കാണ് പറയുന്നത്. കേട്ടോ, പൈനോ എന്നാന്ന് തോന്നുന്നു. കേട്ടോ, എനിക്ക് അന്ന് ഞാൻ പഠിപ്പിച്ചപ്പോൾ അത് പറഞ്ഞത്. അപ്പോൾ ആ മരത്തിൻ്റെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞാൽ ഇതൊരു അറയാണ്, നോക്കിക്കേ, ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് സ്ഥലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമുകളായിട്ട് അല്ലേ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് കണ്ടുപിടിച്ചു. ഓക്കെ, റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ നിങ്ങളെ, നമ്മൾ മഴ പെയ്തും ഒക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ, സ്റ്റഗ്നന്റ് വാട്ടർ, അത് ഒബ്സർവ് ചെയ്തു. അപ്പം അത് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്തിൽ ജീവനുള്ള കോശത്തെ കണ്ടെത്തി. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കുറച്ച് ദിവസം കഴിയും. ഇപ്പം നമുക്കറിയാം അതിനകത്തിൽ ബാക്ടീരിയ ഉണ്ട്, അണുക്കളുണ്ട് എന്നൊക്കെ നമ്മളിപ്പോൾ പറയും. പക്ഷെ പണ്ട് അപ്പോൾ അതിനകത്തിലും ജീവനുള്ള വസ്തുക്കൾ അതിനകത്തിലുണ്ടെന്ന് കണ്ടുപിടിച്ച് ആരാന്നറിയോ? ആന്റൺ വാൻ ലീവൻ ഹോക്കാണ്. കേട്ടോ, ആന്റൺ വാൻ ലീവൻ ഹോക്ക്. ഇനി ഈ കോശത്തിന് അപ്പോൾ ഇത് സെല്ലുണ്ടെന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കോശമുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ കോശത്തിന് ഒരു കേന്ദ്രമുണ്ട്. നമ്മളൊരു കോശത്തിൻ്റെ സെല്ലിൻ്റെ പടം നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. കേട്ടോ, സെല്ലിനാണ് ഈ കോശം എന്ന് പറയുന്നത്. കേട്ടോ, ഈ സെല്ലിൻ്റെ പടം നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് അവരെടുത്ത് നോക്കിയപ്പോൾ എന്താണ്? ഇതിനകത്ത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെന്ന് റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ചു. കോശം കണ്ടുപിടിച്ചു, കോശത്തിനകത്ത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ചു. ഇനി കുറച്ച് നാൾ ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 1665 മൈക്രോഗ്രാഫിയ എന്ന ബുക്ക് അദ്ദേഹം എഴുതിയത്. ഈ കോർക്കിൽ നിന്നും സെല്ലുണ്ടെന്ന് കണ്ടുപിടിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ 1831 റോബർട്ട് ബ്രൗൺ പറഞ്ഞു കോശത്തിനകത്ത് മർമ്മമുണ്ട്. ഇനി 1838 ആയപ്പോൾ എന്താണെന്നറിയോ? അടുത്ത ആൾ വന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി പറഞ്ഞു, സസ്യ ശരീരത്തിലും കോശങ്ങളുണ്ട്. സസ്യത്തിൻ്റെ ശരീരത്തിലും എന്തുണ്ട്? കോശമുണ്ടെന്ന് ആര് കണ്ടുപിടിച്ചു? MJ ഷ്ലീഡൻ കണ്ടുപിടിച്ചു. MJ ഷ്ലീഡൻ കണ്ടുപിടിച്ചു. എന്നാ നോക്കിക്കേ, സസ്യ ശരീരത്തിലാണ്. എന്നാൽ അതിൻ്റെ പിറ്റേ വർഷം തന്നെ 38 അദ്ദേഹം കണ്ടുപിടിച്ചത്. 39 ആയപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് പറഞ്ഞു? സസ്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, ജന്തുക്കളിലും ഉണ്ട് കേട്ടോ. ആരാണ്? തിയോഡർ ഷാൻ കണ്ടുപിടിച്ചു. ജന്തു ശരീരത്തിലും കോശമുണ്ട്. നോക്കണേ, ഓരോരുത്തരും കണ്ടുപിടിച്ചുകൊണ്ട് വരിക. ഓരോരുത്തരും ഓരോ വർഷം കഴിയുമ്പോഴും ഇതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റോബർട്ട് ബ്രൗൺ പറഞ്ഞു അതിനകത്തിൽ മർമ്മമുണ്ട് അല്ലേ? അത് 1831. പക്ഷെ 38 ആയപ്പം അടുത്ത ആൾ പറഞ്ഞു സസ്യം ഉണ്ടല്ലോ, പ്ലാന്റ്സിനകത്തും എന്തുണ്ട്? സെല്ലുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുത്തത് ആനിമൽസിലും അല്ലേ, ജന്തുക്കളുടെ ശരീരത്തിലും എന്തുണ്ട്? സെല്ല് അല്ലെങ്കിൽ കോശമുണ്ട്. ആരാണ് അത് കണ്ടുപിടിച്ചത്? തിയോഡർ ഷാൻ ആണ്. ഇനി ഇവർ രണ്ടുപേരും കൂടെ ഈ പ്ലാന്റ്സിലും ഉണ്ട് ആനിമൽസിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആൾ എന്ത് ചെയ്യുമെന്നറിയോ? അവർ രണ്ടുപേരുടെ കൂടി ഒരു സെൽ തിയറം അങ്ങ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഏതൊക്കെയാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷാനും കൂടെ. അങ്ങനെ അവർ രണ്ടുപേരുടെ കണ്ടുപിടിച്ചു കോശ സിദ്ധാന്തം. ഇവർ രണ്ടുപേരുടെ കണ്ടുപിടിച്ചതിന് ശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ 1858 ഈ കോശ സിദ്ധാന്തത്തിനെ പുനരാവിഷ്കരിച്ചു. ആരാ? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ആള് ഇതിനെ വീണ്ടും പുനരാവിഷ്കരിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ, അദ്ദേഹം പറഞ്ഞത്? നിലവിൽ കോശങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് റുഡോൾഫ് വിർഷോ പറഞ്ഞു. കേട്ടോ, അപ്പം
അത്രയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെല്ലിനെ കുറിച്ച് ആയതുകൊണ്ട് അത്രയും പറഞ്ഞതാണ്. ചിലപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ജന്തുക്കളിൽ സസ്യങ്ങളിൽ കോശമുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്, ജന്തുക്കളിൽ കോശമുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്, ചിലപ്പോൾ അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. ഹു ഗേവ് ദ നെയിം സെൽ ടു സെല്ല്, സെല്ലിന് കോശങ്ങൾക്ക് കോശങ്ങൾ എന്ന് പേര് കൊടുത്തത് റോബർട്ട് ഹൂക്കാണ്. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ഇപ്പം നമ്മൾ പറഞ്ഞു MJ ഷ്ലീഡൻ ആണ് അല്ലേ. എന്നാൽ ഹു ഡിസ്കവേർഡ് ദാറ്റ് ആൾ ആനിമൽസ്, എല്ലാ ജന്തുക്കളിലും കോശങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചത് തിയോഡർ ഷോൺ ആണ്. ഇപ്പം നമ്മൾ അതും പറഞ്ഞു. ഇനി മൈക്രോസ്കോപ്പ് ആർ ഡാഷ് യൂസ്ഡ് ടു മാഗ്നിഫൈ ഒബ്ജക്റ്റ്, മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ നമുക്ക് സഹായിക്കുന്നത് എന്താവും നിങ്ങളെ, ഒരു വസ്തുവിനെ വലുതാക്കി കാണാൻ എന്താ സഹായിക്കുന്നത്, ലെൻസാണ് കേട്ടോ, ലെൻസ്. ഇനി പ്ലാന്റ് ടിഷ്യൂവിനെ നോക്കിക്കേ, പ്ലാന്റ് ടിഷ്യൂ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ടിഷ്യൂവിനെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും പെർമനന്റ് ടിഷ്യൂ എന്നും തിരിച്ചിട്ടുണ്ട് കേട്ടോ. സസ്യകലകളെ മെരിസ്റ്റമിക കലകളെന്നും സ്ഥിര കലകളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ. 22ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ, ഫങ്ഷൻസ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഈ തരുന്നത്, സൈലവും ഫ്ലോയവും തമ്മിലുള്ള ഫങ്ഷൻസ്. സൈലം എന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ് അല്ലേ, ഒരു ഫേമസ് ആയ ഒരു നല്ല അല്ലേ, നല്ല ഒരു ചാനലാണ് സൈലം. ഞാനും അതിനകത്തിലെ നോക്കിയൊക്കെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം നോക്കിയേ, ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. അന്നേരം പറയും എഡ്യൂപോർട്ടും പിന്നെന്താ വേറെ ഒത്തിരി ഉണ്ടല്ലോ, എന്താ നിങ്ങളെ അവിടെ ഇതിലൂടെ ഒന്നും ഇല്ലയോ എന്ന് ചോദിക്കാം അല്ലേ. ഇലകളിലേക്കുള്ള ജലം നമ്മുടെ അതിൻ്റെ വേരിൽ നിന്നും ഇതൊക്കെ വലിച്ചെടുക്കുമല്ലോ, വേരിനകത്തു നിന്നാണല്ലോ മണ്ണിനകത്തു നിന്ന് വേരും ജലവും ലവണവും ഒക്കെ മേപ്പോട്ട് വലിച്ചെടുക്കുമല്ലേ ഇല്ലയോ, അതിൻ്റെ മേളി വരെ കൊണ്ടുപോകലുണ്ടേ വെള്ളം. അപ്പം ഇങ്ങനെ മേപ്പോട്ട് കൊണ്ടുവന്ന് ഈ സംവഹനം നടക്കുന്നത്, ഇത് കൊണ്ടുപോകുമല്ലോ, ഇത് നടക്കുന്നത് സൈലത്തിലൂടെയാണ്. ഇനിയേലും പറയണേ കുഞ്ഞുങ്ങളെ സൈലം എന്തുവാന്ന് കേട്ടോ. ഇലകളിലേക്കുള്ള, ഇലകളിൽ വെച്ചാണല്ലോ ആഹാരം പാകം ചെയ്യുന്നത് അല്ലേ, അവർ ഓരോന്നുണ്ടാക്കി കഴിക്കുന്നത് ഇലകളിൽ വെച്ചല്ലേ. അപ്പം ഈ ഇലകളിലേക്കുള്ള ജലമായാലും ലവണങ്ങളായാലും കൊണ്ടു കൊടുക്കുന്നത്, സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. അപ്പോൾ ഫ്ലോയോ എന്തുമായിരിക്കും, ഈ ഇലകൾ അതിനകത്തിൽ വെച്ച് ഉണ്ടാക്കുമല്ലോ, അങ്ങ് കൊണ്ടു കൊടുക്കും അല്ലേ. അന്നേരം ഈ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരത്തെ ഇലകളിൽ വെച്ചെല്ലാം ഉണ്ടാക്കുമല്ലോ, ഈ ആഹാരത്തെ സസ്യങ്ങളുടെ ഒരു ഇലകളിൽ വെച്ച് അങ്ങ് വെച്ചേക്കുവാണോ, നമ്മളിപ്പോൾ അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കി അടുക്കളയിൽ തന്നെ വെച്ചേക്കുവാണോ, അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നിട്ട് അല്ലേ ഓരോരുത്തർക്കും സെർവ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ എന്ത് ചെയ്യുക, സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്, ഫ്ലോയമാണ്. ഇത് രണ്ടും കൂടെ എപ്പോൾ ചോദിച്ചാലും പറയണേ, ഇലകളിലേക്കുള്ള ഫസ്റ്റ് ഇലകളിൽ വെച്ചല്ലേ കുഞ്ഞുങ്ങളെ ഇത് ഇവർ ആഹാരം പാകം ചെയ്യുന്നതല്ലേ, അടുക്കള പ്ലാന്റ്സിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലയല്ലേ. ഈ ഇലകളിലേക്ക് ഇവരെന്താ മണ്ണിനടിയിൽ നിന്നും ജലവും ലവണവും വേരിലൂടെ മേപ്പോട്ട് വലിച്ചെടുക്കും, വേരിനകത്തു നിന്നല്ലേ ഇത് വലിച്ചെടുക്കുന്നത്. എടുത്ത് ഇതെന്താ ഇലകളിൽ കൊണ്ട് എത്തിക്കുന്ന ജോലി സൈലത്തിനാണ്. ഇലകളിലെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ ഇലകളിൽ നിന്ന് ഓരോ സ്ഥലത്തോട്ട് കൊണ്ടു കൊടുക്കുന്നത് നമ്മുടെ ഫ്ലോയവുമാണ്. ഓക്കെ ആണേ. കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് എ സാൾട്ട് ടു ലീവ്സ് ടേക്ക് പ്ലേസ് ത്രൂ സൈലം. ഫ്ലോയം ക്യാരീസ് ഫുഡ് synthesized by the leaves to different part of the plant body. ഓക്കെ ആണേ കുഞ്ഞുങ്ങളെ, മലയാളം കാര്യം ഇംഗ്ലീഷ് സംഭവം പിടികിട്ടിയോ? ഓക്കെ. അടുത്തത് എന്താണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. എന്താണ് നമ്മുടെ പ്ലാന്റ് ടിഷ്യൂവിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും പെർമനന്റ് ടിഷ്യൂ എന്നും രണ്ടായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തായി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, അപ്പോൾ അതെന്താണെന്ന് അറിയുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സവിശേഷത. ഇതെന്തോ ഇതിൻ്റെ സവിശേഷത, അബണ്ടന്റ് സൈറ്റോപ്ലാസമാണ് കേട്ടോ, നിറയെ കോശദ്രവ്യമാണ്, പിന്നെ ലാർജ് ന്യൂക്ലിയസ് ആണ് ഇതിൻ്റെ, മെരിസ്റ്റമാറ്റിക്കിൻ്റെ ആണ് കേട്ടോ. എന്താ ഇതിൻ്റെ ലാർജ് ന്യൂക്ലിയസ് ആണ്, അതുപോലെ തിൻ സെൽവാളാണ്, നേരിയ കോശഭിത്തിയുമാണ്. ആരുടെയാ, ചിലപ്പോൾ ഇത് മൂന്നും തന്നിട്ട് ഇത് എന്തോത്തിൻ്റെയാന്ന് ചോദിക്കാം. എന്താ അബണ്ടന്റ് സൈറ്റോപ്ലാസം, ലാർജ് ന്യൂക്ലിയസ്, തിൻ സെൽവാൾ ഈസ് ഡാഷ് ഇല്ലേ, ഇത് എന്തോത്തിൻ്റെയാന്ന്, എന്തോത്തിൻ്റെയാ കുഞ്ഞുങ്ങൾ, ഇത് എന്തോത്തിൻ്റെ സവിശേഷതയാ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ, എന്തോത്തിൻ്റെ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ അല്ലേ കേട്ടോ. മനസ്സിലാക്കണേ, എന്ന് വെച്ചാൽ നിറയെ കോശദ്രവ്യമാണ്, സൈറ്റോപ്ലാസം അബണ്ടൻ്റ് ആണ്, വലിയ ലാർജ് ന്യൂക്ലിയസ് ആണ് കേട്ടോ. മനസ്സിലാക്കണേ. സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്ന കോശങ്ങൾ ഏതാണ്, സസ്യങ്ങളിൽ നിന്ന് വളരണമല്ലോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ചെടി കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് അതുപോലെ അങ്ങ് നിൽക്കുവാണോ, അത് വളരണം അല്ലേ. സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്ന കോശങ്ങൾ മെരിസ്റ്റമിക് കോശങ്ങളാണ് കേട്ടോ, മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് കേട്ടോ. അത് ഓർത്തോണേ. ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിൻ്റെ കോസസ് ഏതാ കുഞ്ഞുങ്ങളെ, മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. ഇനി വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, വേരും ഉണ്ട്, കാണ്ഡം എന്ന് വെച്ചാൽ അതിൻ്റെ ആ വേരിന്
വേര് നിൽക്കുന്ന സ്ഥലമില്ല കുഞ്ഞുങ്ങളെ, ആ എന്താ ചേനയുടെ ആയാലും ചേമ്പിൻ്റെ ആയാലും അടിഭാഗം കണ്ടില്ലയോ, കാണ്ട അതിനാകട്ടോ കാണ്ടത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം കേട്ടോ. അഗ്രഭാഗത്ത് മലയാളം മീഡിയക്കാർക്ക് എളുപ്പം അല്ലേ, അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റം ഭാഗത്ത് കാണപ്പെടുന്നതുകൊണ്ട് അതിനെ അഗ്രമെരിസ്റ്റം. പക്ഷെ ഇംഗ്ലീഷ് എന്താ കുഞ്ഞുങ്ങളെ, എപ്പിക്കൽ മെരിസ്റ്റം എന്നാണ് കേട്ടോ. എപ്പിക്കൽ മെരിസ്റ്റം ഈസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം കേട്ടോ, റൂട്ട് ആൻഡ് സ്റ്റെം. എപ്പിക്കൽ മെരിസ്റ്റം ഈസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം കേട്ടോ. 25 ഓക്കെ ആണോ? അടുത്ത 26ാമത്തെ ചോദ്യം, വേരിൻ്റെയും കാണ്ടത്തിൻ്റെയും വശങ്ങളിൽ കാണപ്പെടുന്ന, മറ്റേതെന്താ പറഞ്ഞത്, അതിൻ്റെ അടിഭാഗമാണ് അല്ലേ. അപ്പം അടിഭാഗം എന്നല്ലേ, സോറി അഗ്രഭാഗം മീൻസ് അഗ്രഭാഗത്താവും നിങ്ങൾ കേട്ടോ. സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം എന്നാണ് അത് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൻ്റെ അഗ്രഭാഗമായതുകൊണ്ട് തന്നെ അഗ്രമെരിസ്റ്റം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങൾ അല്ലെ, വശങ്ങളിലാണെങ്കിൽ അതിനെ പാർശ്വമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്നാണ്. ലാറ്ററൽ മെരിസ്റ്റം ഈസ് സീൻ അറ്റ് ദ ലാറ്ററൽ സൈഡ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം കേട്ടോ. വേരിൻ്റെയും കാണ്ടത്തിൻ്റെയും വശങ്ങളിൽ കാണപ്പെടുന്ന കുഞ്ഞുങ്ങളെ പാർശ്വമെരിസ്റ്റം കേട്ടോ. ഇനി ഏകബീജപത്ര സസ്യങ്ങളിലെ, ഏകബീജപത്ര ഓർമ്മയുണ്ടോ, ഇന്റർ കാലറി മെരിസ്റ്റം കേട്ടോ. ഇന്റർ കാലറി മെരിസ്റ്റം ഏകബീജപത്രത്തിൽ പത്ര സസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റത്തിനെ പർവാന്തര മെരിസ്റ്റം കേട്ടോ. ഇന്റർ കാലറി മെരിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. പർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ പർവ്വങ്ങൾക്കിടയിലല്ലേ, ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. 2 പർവ്വങ്ങൾക്കിടയിലാണെങ്കിൽ അത് പർവാന്തര മെരിസ്റ്റം എന്നാണ് കേട്ടോ. മോണോ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഒരെണ്ണമാണ് കേട്ടോ. മോണോകോട്ട് പ്ലാന്റ് ദ മെരിസ്റ്റം സീൻ ഇൻ ബിറ്റ്വീൻ 2 നോട്ട്സ് ഈസ് കാൾഡ് ഇന്റർ കാലറി മെരിസ്റ്റം. എല്ലാം ഓരോ മാർക്കിൻ്റെ എളുപ്പമാണ്, ഇപ്പം തന്നെ അങ്ങ് പഠിക്കുമൊന്നും പിന്നത്തേക്ക് മാറ്റണ്ട കേട്ടോ, ഇനി ദിവസങ്ങളില്ല. ഹു ഫസ്റ്റ് യൂസ്ഡ് ദ ടേംസ് സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? സ്പീഷ്യസ് ആരാണ് അങ്ങനെ ആദ്യമായിട്ട്? ജോൺ റേ കേട്ടോ. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകണേ കുഞ്ഞുങ്ങളെ, പിന്നത്തേക്ക് വെക്കണ്ട കേട്ടോ. കാരണം എന്താ, ഇത് ബയോളജിയാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഇതിനെക്കാട്ടിൽ വലിയ 2 രാജാക്കന്മാർ കിടപ്പുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും കേട്ടോ. അത് പഠിക്കണ്ടേ. അപ്പം സ്പീഷ്യസ് എന്ന പദം ഇത് കേട്ടാൽ തന്നെ ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകുന്ന കാര്യമുള്ളൂ കേട്ടോ. സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ജോൺ റേ കേട്ടോ. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ 3 കിങ്ഡം. കിങ്ഡത്തിനെ കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട്. 2 കിങ്ഡം, 3 കിങ്ഡം, 5 കിങ്ഡം കേട്ടോ. അതിൽ 3 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് ആരാണ്? 3 കിങ്ഡം കൊണ്ടുവന്നത് ആരാ കുഞ്ഞുങ്ങളെ? ഏണസ്റ്റ് ഹെയ്ക്കലാണ് കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കണേ, ഏണസ്റ്റ് ഹെയ്ക്കലാണ് കേട്ടോ. അത് തിരിഞ്ഞു പോകല്ലേ, കാരണം ഓരോ കിങ്ഡവും എഴുതിയത് ആരാന്ന് നോക്കണം കേട്ടോ. ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വെച്ചാൽ വർഗീകരണം കുഞ്ഞുങ്ങളെ കേട്ടോ. തരംതിരിച്ച് നമ്മൾ മാറ്റത്തില്ലേ, അത് ആ വർഗീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ ഫാദർ ആരാണ്? കാൾ ലിനേസ് കേട്ടോ. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാൾ ലിനേസ്. ഈ കാൾ ലിനേസിൻ്റെ ഈ ടാക്സോണമി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ തലങ്ങളെ ഏറ്റവും ഉയർന്ന തലം എന്നറിയോ? കിങ്ഡമാണ് കേട്ടോ. കിങ്ഡം എന്ന് പറഞ്ഞ് താപ്പോട്ടുണ്ട്. അത് ആ ടെസ്റ്റിൽ ആ ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കണം. എങ്ങനെയും പഠിച്ചാൽ പോരാ, കറക്റ്റ് ആ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഞാനതിപ്പോൾ കാണിക്കാം, ഇതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്. വാട്ട് ഈസ് ടാക്സ? എന്താ കുഞ്ഞുങ്ങളെ ഈ ടാക്സ എന്നാൽ? ദ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആർ കാൾഡ് ടാക്സ. നമ്മുടെ ഈ വർഗീകരണത്തിൽ വിവിധ തലങ്ങളെയാണ്, വർഗീകരണം ഉണ്ടല്ലോ, ഓരോന്നിനെ ഓരോ രീതി തിരിക്കത്തില്ലേ, അങ്ങനെ തിരിക്കുന്നതിൻ്റെ വിവിധ തലങ്ങളെയാണ് നമ്മൾ ടാക്സ എന്ന് പറയുന്നത്. ഇനി 2 കിങ്ഡം, 2 കിങ്ഡം അല്ലേ, നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഏതാ? 3 കിങ്ഡം അല്ലേ ഇപ്പോൾ പറഞ്ഞത്. 3 കിങ്ഡം കണ്ടുപിടിച്ചത് ആരാ? തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ, 3 സെപ്പറേറ്റ് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. 3 കിങ്ഡം, 3 കിങ്ഡം കണ്ടുപിടിച്ചത് ഏണസ്റ്റ് ഹേക്കലാണ് കേട്ടോ. എന്നാൽ 2 കിങ്ഡം അടുത്തതാ വരുന്നു. 2 കിങ്ഡം വർഗീകരിച്ചത് ആരാന്ന് നോക്കിയേ? കാൾ ലിനേസ് കേട്ടോ. കാൾ ലിനേസ്, അദ്ദേഹത്തെ ലിനേസിനെ കുറിച്ച് ഇപ്പം നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. എന്താണെന്നറിയോ? ടാക്സോണമിയും കാൾ ലിനേസ് ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഷോർട്ടായിട്ട് ബുക്കിൻ്റെ സൈഡിൽ എഴുതിയിടുന്ന ഓരോരുത്തരും എന്തൊക്കെ കണ്ടുപിടിച്ചു. നമ്മൾ വല്ലതും കണ്ടുപിടിച്ചോ? നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇത് കണ്ടുപിടിച്ചില്ലയോ? 2 കിങ്ഡം വർഗീകരണ രീതി അവതരിപ്പിച്ചത് കാൾ ലിനേസ് ആവും നിങ്ങളെ. ഹു ഇൻട്രൊഡ്യൂസ്ഡ് 2 കിങ്ഡംസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം? കാൾ ലിനേസ് കേട്ടോ. പേരിൻ്റെ ആ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ പഠിക്കണേ. ലിനേസിൻ്റെ 2 കിങ്ഡം അല്ലേ, 2 കിങ്ഡം വർഗീകരണ രീതിയിലുള്ള കിങ്ഡം ഏതൊക്കെയാണ്? അദ്ദേഹം 2 ഉള്ളതിൽ കിങ്ഡം അനിമേലിയയും കിങ്ഡം പ്ലാന്റേയും ഉള്ളൂ കേട്ടോ.
അനിമേലി എന്ന് വെച്ചാൽ ആനിമൽസിനെ കുറിച്ചുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ, എളുപ്പമാണ്. പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താണ്, പ്ലാന്റ്സുകളെ കുറിച്ചുള്ള. അപ്പോൾ ആദ്യം 2 കിങ്ഡം ഉള്ളതിൽ ആനിമൽസിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും രണ്ടായിട്ട് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് ആദ്യമേ കുറേ ആനിമൽസും പിന്നെ കുറേ പ്ലാന്റ്സും ഇങ്ങനെ 2 ഉള്ളൂ എന്നാണ് ആദ്യമേ. അതാണ് ഈ 2 കിങ്ഡം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത ആൾ വന്ന് പറഞ്ഞു അങ്ങനൊന്നും അല്ല, ഈ ആനിമലിനകത്തിൽ തന്നെ എന്താണ് പട്ടികളെല്ലാം അല്ലേ, പട്ടികൾ ഒരിടത്ത്, പൂച്ചകളെല്ലാം കൂടെ വേറെടുത്ത്, എലികളൊക്കെ വേറെ അല്ലേ, ഇങ്ങനെ വേറെ വേറെ ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, പിന്നെ അതിനകത്തിൽ മരങ്ങളുണ്ട്, ഷ്രബുണ്ട്, ഹെർബുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പിന്നെ വന്ന ആളുകളാണ് പിന്നെ കണ്ടുപിടിച്ചത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2 എണ്ണമാണ് 2 കിങ്ഡം അനിമേലിയും പ്ലാന്റെയാണ് കേട്ടോ. വാട്ട് ആർ ദ 2 കിങ്ഡം ഏതാണ്? കിങ്ഡം അനിമേലിയും കിങ്ഡം പ്ലാന്റെയും. അടുത്ത വാട്ട് ആർ ദ 5 കിങ്ഡംസ്? ദാ വരുന്നത്. നമ്മൾ 3 കിങ്ഡം പറഞ്ഞു, 2 കിങ്ഡം പറഞ്ഞു, അടുത്തത് 5 കിങ്ഡം. നോക്കിക്കേ, കിങ്ഡം നടക്കുന്നത് കിങ്ഡം അനിമേലിയ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം മൊണീറ ആൻഡ് പ്ലാന്റ് കേട്ടോ. ഈ 5 എണ്ണവും പഠിക്കണേ. 5 കിങ്ഡം ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ 5 മാർഗ്ഗമായിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ വിചാരിക്കും കിങ്ഡം എന്ന് അടിച്ച് വെച്ചേക്കുന്നില്ലേ. ഫസ്റ്റ് ഈ കിങ്ഡം പിന്നെയും പറയണ്ട, പക്ഷേ ഇത് പഠിക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ച് പഠിച്ചോണം കേട്ടോ. FPMP എന്നോ 2 BP ഉണ്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പഠിച്ചോണം കേട്ടോ. 36 വാട്ട് ആർ എന്താണ് പാത്തോജനിക് പ്രോട്ടീൻ. എന്താ കുഞ്ഞുങ്ങളെ പാത്തോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പാത്തോജനിക് രോഗങ്ങളാട്ടോ. നമുക്ക് ഈ രോഗങ്ങളുണ്ടല്ലോ, രോഗങ്ങൾ വരുന്നത്. നോക്കിക്കേ, പാത്തോജനിക് പ്രൊട്ടീസ്റ്റ എന്ന് വെച്ചാൽ എന്താണ്? രോഗകാരികളായ പ്രൊട്ടീസ്റ്റകളുണ്ട്. നമ്മൾ ഈ പ്രൊട്ടീസ്റ്റ എന്നാൽ എന്തെന്നൊക്കെ ഉണ്ട് കേട്ടോ, വരുന്നുണ്ട്. എന്താ പ്ലാസ്മോഡിയം ആൻഡ് ആ പേര് നോക്കണേ, വെറൈറ്റി പേര് കേട്ടോ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഇപ്പോൾ വായിന്ന് നാക്കൂരി തെറിച്ചേനി, ഫ്രണ്ട് പല്ലൊക്കെ ഇപ്പം തെറിച്ചേനി. എന്താ നിങ്ങളെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നതും എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഹിസ്റ്ററി അറിയാവോ? ഹിസ്റ്റോളിറ്റിക്ക കേട്ടോ. എന്താ പാത്തോജനിക് പ്രൊട്ടീസ്റ്റ ഏതാണ് കേട്ടോ? രോഗകാരികളായ പ്രൊട്ടീസ്റ്റകൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയണം. ഇനി വാട്ട് ആർ ദ യൂസ്ഫുൾ ഫഞ്ചൈ അല്ലേ, ഫംഗി എന്നുള്ള ഫഞ്ചൈ എന്നാണ് കേട്ടോ. ഉപയോഗശൂന്യമായ ഫംഗസുകൾ ഏതൊക്കെയാണ് നിങ്ങളെ? ഉപയോഗമുള്ള ഫംഗസുകളുണ്ട് അല്ലയോ. ഫംഗസുകളൊക്കെ നമ്മൾ പറയും, നമ്മൾ എന്താ ബാക്ടീരിയയും ഫംഗസും ഒക്കെ എന്താ കൊള്ളത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഉപയോഗമുള്ളത് കൊണ്ട് എന്താണെന്നറിയോ? എഡിബിൾ മഷ്റൂംസ് കേട്ടോ. എഡിബിൾ മഷ്റൂംസ്, ഈസ്റ്റ് യൂസ്ഡ് ഇൻ ബേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻസ് ഓഫ് വൈൻ ആൻഡ് ആൽക്കഹോൾ ആർ യൂസ്ഫുൾ ഫഞ്ചി. ബേക്കിങ്ങിനും വൈന്, ആൽക്കഹോൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈസ്റ്റ്, ഭക്ഷ്യയോഗ്യമായ കൂണുകൾ എന്നിവയൊക്കെ ഉപയോഗമായ യൂസ്ഫുൾ ഫംഗസാണ് കേട്ടോ. ഫഞ്ചൈയാണ്. Why are fungi called saprophytes? ഈ സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? സാപ്രോഫൈറ്റ്സ് അതായത് ഫഞ്ചൈ കാൾഡ് സാപ്രോഫൈറ്റ്സ്, അതായത് ഫംഗസുകളെ ഈ ശവോപജീവികൾ എന്നായി സാപ്രോഫൈറ്റ്സിൻ്റെ മലയാളം കേട്ടോ. അതിനകത്ത് തന്നെ ഒരു ഇതില്ലേ, ശവോപജീവികൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫഞ്ചൈയെ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫഞ്ചൈ അബ്സോർവ് ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ, സോ ദേ ആർ കാൾഡ് സാപ്രോഫൈറ്റ്സ്. ഈ ചീഞ്ഞ അഴുകിയൊക്കെ കിടക്കത്തില്ലേ കുഞ്ഞുങ്ങളെ? ചീഞ്ഞ അഴുകിയൊക്കെ കിടക്കില്ലേ? ആ വസ്തുക്കളിൽ നിന്ന് പോഷകങ്ങൾ അങ്ങനെ കിടക്കുന്നതിൽ നിന്ന് ചെന്ന് പോഷകങ്ങൾ ആഗീരണം ചെയ്യുന്നതിനാലാണ് ഇതിനെ ശവോപജീവികൾ, ചത്തളിഞ്ഞ് കിടക്കത്തില്ലേ, അതിനെ പോയി തിന്നുന്നത് കൊണ്ടാണ് കേട്ടോ ശവോപജീവികളെന്ന് കേട്ടോ. സാപ്രോഫൈറ്റ്സ് എന്താണ്? മൃതമായതും ചീഞ്ഞഴുകുന്നതുമായ വസ്തുക്കളിൽ നിന്നും പോഷകങ്ങൾ ആഗീരണം ചെയ്യുന്നതിനാൽ ഫംഗസുകളെ ശവോപജീവികൾ എന്ന് വിളിക്കുന്നു. സാപ്രോഫൈറ്റ്സ്. ഓക്കെ ആണോ? 39 വൈ ആർ എക്സാമ്പിൾസ് ഓഫ് ഫഞ്ചൈ ദാറ്റ് കോസസ് ഡിസീസസ്. ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന ഫംഗസുകളെ ഉദാഹരണങ്ങൾ, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളാണ് ഏതൊക്കെയാണ്? രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകൾ ഏതൊക്കെയാണ് നിങ്ങൾ എവിടെ നോക്കിക്കേ? ഏതൊക്കെയാ? കാൻഡിഡിയാസിസ്, റിംഗ്വോ, ഈ വട്ടച്ചൊറി പോലെ ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് കേട്ടോ, വട്ടച്ചൊറി, റിംഗ്വോ. അപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന ഫംഗസ്, ഈ വട്ടച്ചൊറി എന്ന് വെച്ചാൽ ഒരുതരം ഫംഗലാണ് കേട്ടോ. നമുക്ക് ഒരാൾക്ക് വന്ന, ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വന്നാൽ അടുത്തിരുന്ന ഒരാൾക്കും ആവും കേട്ടോ. വട്ടം നമ്മുടെ ദേഹത്ത് ഈ ചിക്കൻ ബോക്സ് അല്ല, അതേ പാടാണ്, വട്ടമായിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ കാൻഡിഡ് എന്ന് പറയുന്നൊരു ഓയിൽമെൻ്റ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ കാൻഡിഡിയാസിസ് എന്ന് കേട്ടോ. കാൻഡിഡിയാസിസ് ഇത് റിംഗ്വോമെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ അങ്ങനെ 2-3 വട്ടം ആകുമ്പോൾ അങ്ങ് പിടിച്ചോളൂ കേട്ടോ. ആദ്യം പഠിക്കുമ്പോൾ റിംഗ്വോം ഓർത്ത് വെച്ചേക്കാം. എന്താണെന്നറിയാം? ഫംഗസിൻ്റെ ആണേ കേട്ടോ, ഫംഗസുകൾക്ക് ഉദാഹരണം. ഓക്കെ, 39. ഓക്കെ, 40 വാട്ട് ഈസ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് എ ഹ്യൂമൻ?
മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എന്താവും നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ് കേട്ടോ. ഹോമോ സാപ്പിയൻസ്. ഇനി അത് മാത്രമല്ല, സയൻറ്റിഫിക് നെയിം വേറെ നമുക്ക് മനുഷ്യൻ്റെ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയോ? പോരാ. നോക്കൂ നിങ്ങളെ, കടുവ. ഇതൊക്കെ ഞാൻ മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോക്കണേ. ടൈഗർ, കടുവയ്ക്ക് പാന്തിറ ടൈഗ്രീസ്, പാന്തിറ. ഈ ടൈഗറിനും ലയണും ഒക്കെ എന്താണ്? ഒരേ കേട്ടോ, പാന്തിറയാണ്. ടൈഗർ ആണെങ്കിൽ അത് ടൈഗ്രീസും, ലയൺ ആണെങ്കിൽ അത് പാന്തിറ ലിയോ എന്നുമാണ് പറയുന്നത് കേട്ടോ. പാന്തിറ ലിയോ ഇതിനകത്തിലുണ്ടാന്ന് തോന്നുന്നു. നോക്കേ, ടൈഗർ, പാന്തിറ ടൈഗ്രീസ്. കോക്കനട്ട് ട്രീ, തെങ്ങിനോ? കോക്കസ് ന്യൂസിഫറ. കോക്കസ്, കോക്കോനട്ട് അല്ലയോ? അപ്പോൾ കോക്കോ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ അങ്ങ് ടൈഗർ എന്ന് വെച്ചാൽ ഒരു പാന്തിറ എന്ന് വെച്ചാൽ ഈ പൂച്ചയും പട്ടിയും ലയണും ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ എല്ലാം ഒരേ ഇതല്ലേ, പാന്തിറ അല്ലേ? പൂച്ച വേറെയാ. ഓക്കെ. ടൈഗർ എന്ന് വെച്ചാൽ പാന്തിറ ടൈഗ്രീസ്. കോക്കോനട്ട് ആകുമ്പോൾ കോക്കോസ് ന്യൂസിഫറ. ഡോഗ്, നായക്ക് കാനിസ്. നോക്കി കുഞ്ഞുങ്ങളെ, കാനിസ് ഫെമിലിയാരിസ് കേട്ടോ, കാനിസ് ഫെമിലിയാരിസ്. ക്യാറ്റ്, പൂച്ചയ്ക്ക് ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് കേട്ടോ, ഫെലിസ് ആണ് പൂച്ച. ഇനി ഏഷ്യൻ എലിഫൻറ്റിനോ? എലിഫസ് മാക്സിമസ് കേട്ടോ. എലിഫൻറ്റിന് എലിഫസ് മാക്സിമസ് അല്ല, ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ലയൺ നോക്കി മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ? നോക്കിയേ, പാന്തേറ ലിയോ. പാന്തേറ ടൈഗ്രസ് ആണെങ്കിൽ ടൈഗറിനും, ലിയോ ആണെങ്കിൽ ലയണും. പീകോക്കോ ആകുമ്പോൾ പാവോ എന്താ? ക്രിസ്റ്റാറ്റസ് പാവോ. ഹിബിസ്കസ് റൊസാ സൈനൻസീസ്. എൻ്റെ പോനോ, ഹിബിസ്കസ് കേട്ടോ. റോസ സൈനൻസീസ് കേട്ടോ. ഇനി നെല്ല് കൊണ്ടുപോയില്ല, നെല്ല് ഒറൈസ സറ്റൈവ. ഇത് നമുക്ക് വേണ്ടുന്ന സാധനമാണ് നെല്ല്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് വെച്ചാൽ ഒറൈസ സറ്റൈവ. അപ്പം നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതെല്ലാം വേണ്ടതാവും കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. 41, 42 നോക്കൂ കുഞ്ഞുങ്ങളെ. മേജർ സെൽ ഓർഗനൽസ്, പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ ഏതെല്ലാമാണ്? ന്യൂക്ലിയസ്, ഗോൾജി അപ്പാർട്ടസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, വാക്യൂള്, റൈബോസോം കേട്ടോ. എൻ്റെ എല്ലാ മലയാളം മർമ്മം, ഗോൾജി വസ്തുക്കൾ, അന്തർദ്രവ്യജാലിക, മൈറ്റോകോൺട്രിയ, ജൈവകണങ്ങൾ, ഫേനം, റൈബോസോം, ഇതെല്ലാം എന്താണ്? പ്രധാനപ്പെട്ട കോശാംഗങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഓരോ പാഠത്തിൻ്റെ വെച്ച് നോക്കാം. ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകും കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ചിലവരൊക്കെ എൻ്റെ ചാനൽ കണ്ടവർ ഇതൊക്കെ എഴുതിയെടുത്തതാ. അഥവാ എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോകും കുഞ്ഞുങ്ങളെ, പെട്ടെന്ന് പറയും, കാരണം പോസ്റ്റ് ചെയ്ത് നിങ്ങളങ്ങ് എഴുതണേ. നോക്ക്, തിയറീസ് ഓഫ് ദ ഒറിജിൻ ഓഫ് ലൈഫ്, ജീവന്റെ ആവിർഭാവവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ് പാൻസ്പേരിയ തിയറിയും കെമിക്കൽ എവല്യൂഷൻസ് തിയറിയും. പാൻസ്പേരിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവും. എന്താണ് പാൻസ്പേരിയ സിദ്ധാന്തം? നോക്കിയേ, പാൻസ്പേർമിയ സിദ്ധാന്തം. Life originated elsewhere in the universe and was accidentally transported to Earth in the form of microorganism or spores. These microscopic particles are referred to as panspermia. ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായിട്ട് ഭൂമിയിൽ എത്തിച്ചേർന്നു. ജീവന്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പേരിയ എന്ന് വിളിക്കുന്നത്. അടുത്തത് എന്താ? 2 തിരിച്ചു എന്നല്ലേ? അടുത്തത് കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസപരിണാമ സിദ്ധാന്തം. ദ കെമിക്കൽ എവല്യൂഷൻ തിയറി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ കോമ്പിനേഷൻസ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ദ ഓഷൻസ് അണ്ടർ ദ യുണീക്ക് കണ്ടീഷൻസ് ഓഫ് ദ പ്രിമിറ്റീവ് എർത്ത്. ആദിമഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിൽ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം കേട്ടോ. ഇത് 2 പാൻസ്പേരിയ തിയറവും ആൻഡ് ഇതും ഓരോന്നും ഞാൻ ഇങ്ങനെ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാ കേട്ടോ. ഇത് 2 ഓക്കെ കുഞ്ഞുങ്ങളെ. അടുത്തത് 4 വാട്ട് ഗേവ് റൈസ് ടു ദ ഡിവേഴ്സ് റേഞ്ച് ഓഫ് ഓർഗാനിസം ദാറ്റ് എക്സിസ്റ്റ് ടുഡേ. ഞാൻ പറയുന്നതിൽ സ്പീഡിൽ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് വിട്ടേരെ കേട്ടോ. നമ്മുടെ നോട്ട് നോക്കിയാൽ മതി. ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് ജീവജാലങ്ങളില്ലേ? ഇതിനെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കാണപ്പെട്ടത്? ദ ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് ഇൻഹാബിറ്റഡ് ദ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ വെയർ പ്രൊഫൗണ്ട്ലി ഡിഫറൻറ്റ് ഫ്രം ദോസ് ദാറ്റ് എക്സിസ്റ്റഡ് ടുഡേ.
The evolutions of a living organism was caused by adaptations to changes in environmental factors including habitat, climate and availability of food as well as internal cellular changes. This process ultimately gave rise to the diverse range of organisms that exist today. കേട്ടോ, ഓരോ വാക്ക് ഞാൻ എടുത്തെടുത്താ പറയുന്നത്. എന്തെങ്കിലും സംശയം കണ്ട നോട്ടുണ്ട്. ഇനി അതിൻ്റെ മലയാളം നോക്കൂ നിങ്ങളെ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യാസമായിരുന്നു. വാസസ്ഥലം, കാലാവസ്ഥ, ആഹാര ലഭ്യത എന്നീ ബാഹ്യ ഘടകങ്ങളിലും ജീവകോശങ്ങളിലെ ആന്തരിക ഘടകങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾക്ക് പലതരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കേട്ടോ, ഓക്കെ. ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എന്ന് when did life emerge on earth? It is believed that life emerged on earth approximately 3.5 billion years ago. അല്ലേ, ഏകദേശം 3.5 ബില്യൺ ആണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. How whale are formed from an ancient mammals named Pachycetus. അല്ലേ, പാക്കിസെറ്റസ് ഓർമ്മയുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചത്. അതായത് ദ ആൻസിസ്റ്റർ ഓഫ് മോഡേൺ വെയിൽ ഇൻക്ലൂഡിംഗ് ദ ബ്ലൂ വെയിൽ വാസ് ആൻ ആൻഷ്യന്റ് മമ്മൽസ് നെയ്മഡ് എന്താണ് പാക്കിസെറ്റസ് ദാറ്റ് ഇൻഹാബിറ്റഡ് ദ എർത്ത് അപ്രോക്സിമേറ്റ്ലി 50 million years ago. Fossils studies have revealed that these organisms possess physical characteristics similar to those of wolf along with the body shape adapted for swimming. As the descendant of these organisms spent more time in water, their limbs gradually evolved in the flippers. The evolutionary history of whales serves as evidence for the fact that changes occur in a living organism as a part of their adaptation of a changing environment. ഞാൻ സ്പീഡിൽ പറഞ്ഞതാവുന്നില്ല കേട്ടോ, നോട്ടിനകത്ത് കിടപ്പുണ്ട്. കാരണം നമുക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് ഓടിച്ചിട്ട് നോക്കണ്ടേ, അതുകൊണ്ട് കേട്ടോ. ചോദ്യം മനസ്സിലായല്ലോ. പാക്കിസെറ്റസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള കേട്ടോ. പാക്കിസെറ്റസ് നോക്കിക്കേ, നീലത്തിമിംഗല ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികൻ. നീലത്തിമിംഗലം ഇല്ലയോ നിങ്ങളെ, ബ്ലൂ വെയിൽ, അതുൾപ്പെടെയുള്ള തിമിംഗലം, നീലത്തിമിംഗലവും തിമിംഗലത്തിൻ്റെ വിഭാഗങ്ങളുണ്ടല്ലോ, അത് പൂർവികർ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാക്കിസെറ്റസ് എന്ന പുരാതന ജീവിയായിരുന്നു. അതിൻ്റെ പടം തെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാക്കിസെറ്റസ് എന്ന് പറയുന്ന ഒരു പുരാതന ജീവിയിൽ നിന്നായതുണ്ടായെന്ന്. ഈ ജീവിക്ക് ചെന്നായയുടെ നോക്കണേ ശാരീരിക സവിശേഷതകൾക്കൊപ്പം നീന്താൻ അനുയോജ്യമായ ശരീരഘടന കൂടി ഉണ്ടായിരുന്നുവെന്നും ഈ ഫോസിൽ പഠനം ഇതിനകത്ത് തെളിയിക്കുന്നുണ്ട് കേട്ടോ. ഇവയുടെ പിൻഗാമികളുണ്ടല്ലോ കൂടുതൽ സമയം ജലത്തിൽ ചിലവഴിച്ചതോടെ അവയുടെ കാലുകൾ തുഴകൾക്ക് സമാനമായിട്ട് അങ്ങ് പരിണാമിച്ചു. അല്ലെ, ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായിട്ടുള്ള പൊരുത്തപ്പെടലിന്റെ ഭാഗമായിട്ട് ജീവികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് തിമിംഗലത്തിന്റെ പരിണാമ ചരിത്രം തെളിവാണ്. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ അവസാനം പഠിച്ചത് കേട്ടോ. സമയം ഉണ്ടല്ലോ, പിന്നെ ലാസ്റ്റ് ഒരു ഇതുണ്ടല്ലോ അന്നേരം കേട്ടോ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇൻഡിക്കേറ്റർ, ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സവിശേഷത, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സവിശേഷത എഴുതാൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിമിറ്റീവ് എർത്ത് അറ്റ്മോസ്ഫിയർ. പണ്ട് കാലത്ത് അന്തരീക്ഷം എങ്ങനെയായിരുന്നു നിങ്ങളെ? ദ അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത് വാസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ടുഡേ. ഇറ്റ് ഹാഡ് ഹൈ ടെമ്പറേച്ചർ, ദർ വാസ് നോ ഫ്രീ ഓക്സിജൻ, പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, വാട്ടർ വേപ്പർ കേട്ടോ. അപ്പം മലയാളം നോക്കിയേ. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് വെച്ചാൽ ഇന്നത്തേതിൽ നിന്നും വ്യത്യാസമായിരുന്നു. ഉയർന്ന താപനിലയായിരുന്നു, സ്വതന്ത്രമായിട്ട് ഓക്സിജൻ ഇല്ല, ഹൈഡ്രജന്, മീഥെയ്ന്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, സൾഫർ, അമോണിയ, നീരാവി എന്നിവയുടെ സാന്നിധ്യമായിരുന്നു കേട്ടോ. ഓക്കെ, സമുദ്രത്തിന്റെ രൂപപ്പെടൽ എങ്ങനെയായിരുന്നു? ഫോർമേഷൻ ഓഫ് ഓഷൻസ്. ദ വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ കണ്ടൻസ്ഡ് ഇൻ ടു റെയിൻ. ആസ് ദ റെയിൻ കണ്ടിന്യൂഡ് ഫോർ എ ലോങ് പീരീഡ് ഓഷൻസ് വെയർ ഫോംഡ്. അന്തരീക്ഷത്തിലെ ജലബാഷ്പം ഘനീഭവിച്ച് മഴയായിട്ട് മാറുന്നു. ഈ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ സമുദ്രങ്ങൾ വെള്ളം അങ്ങോട്ട് പോകാനാ, അങ്ങനെ എന്ത് ചെയ്യുന്നു നിങ്ങളെ? സമുദ്രങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ, അടുത്ത എനർജി സോഴ്സസ് ദാറ്റ് അസിസ്റ്റ് ദ ഫോർമേഷൻ ഓഫ് ബയോമോളിക്യൂൾസ്. ജൈവകണികളുടെ രൂപീകരണത്തിന് സഹായമായ ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? സൺലൈറ്റ് വേണം, ലൈറ്റിനിങ് വേണം, അൾട്രാവയലറ്റ് റേസ് വേണം, വോൾക്കാനിക് ഇറപ്ഷൻ വേണം, അല്ലേ? അടുത്ത ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് സെല്ല്. ആദിമ കോശത്തിന്റെ രൂപീകരണം എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് തന്നെ കേട്ടോ, ബാക്കിയുള്ളതും ഇമ്പോർട്ടൻ്റ് തന്നെ കേട്ടോ. ഓക്കെ, ആദിമ കോശത്തിന്റെ രൂപീകരണം. Simple biomolecules formed in the oceans. These combined
to form complex biomolecules. The replicating primitive cells is evolved by the formation of nucleic acid and lipid and sheath. നോക്കിയേ, സമുദ്രത്തിലെ ലഘു ജൈവ കണികകളുടെ രൂപീകരണം, സങ്കീർണ ജൈവ കണികകളുടെ രൂപീകരണം, ന്യൂക്ലിയസ് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രകളും കൊഴുപ്പ് ആവരണവും രൂപപ്പെടുന്നു. അങ്ങനെ സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ളതാണ് ഈ ആദിമകോശം എന്ന് പറയുന്നത്. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ, 2-3 വരിയേ ഉള്ളൂ, അതുകൊണ്ട്. ഓക്കെ, നോക്കിക്കേ, ജീവികൾക്ക് ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്നും രൂപപ്പെടുമെന്ന് തെളിയിച്ചത് ആരാണ്? നമ്മുടെ ജീവന്റെ ഉത്ഭവത്തിന്, അങ്ങനെയാണെന്ന് ഞാൻ വായിച്ചത്, ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് തെളിയിച്ചത് ആരൊക്കെയാവും നിങ്ങളെ? ഹറോൾഡ് യുറേയും സ്റ്റാൻലി മില്ലറുമാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി സിഡ്നി ഫോക്സ് എന്താ പറഞ്ഞത്? പ്രൊവൈഡഡ് ദാറ്റ് മോളിക്യൂൾസ് സിമിലർ ടു പ്രോട്ടീൻസ് ക്യാൻ ബി സിന്തസിസ്ഡ് ആർട്ടിഫിഷ്യലി. അതായത് പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാകുമെന്ന് ആരാ? സിഡ്നി ഫോക്സ് തെളിയിച്ചു എന്നത് ഓരോരുത്തരും ഉണ്ട് കേട്ടോ. അടുത്തതോ, ജോവാൻ ഒറോ പറഞ്ഞത് ന്യൂക്ലിയസ് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായിട്ട് നിർമ്മിച്ചു. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. അഡിനിൻ നിർമ്മിച്ചത് ആരാ? ജോവാൻ ഒറോ കേട്ടോ. അഡിനിൻ വൺ ഓഫ് ദ കേ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ന്യൂക്ലിക് ആസിഡ് ബൈ ആർട്ടിഫിഷ്യലി സിന്തസിസ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓരോ മാർക്കിൻ്റെയൊക്കെ ചോദിക്കാൻ പറ്റുന്ന. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യുറേ മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. യുറേ മില്ലറിൻ്റെ ആ പരീക്ഷണം നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അത് നിങ്ങൾ നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുറേ മില്ലറിൻ്റെ കേട്ടോ. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ നോക്കിക്കേ. കണ്ടീഷൻ ഇൻ ദ എർത്ത്, പ്രിമിറ്റീവ് എർത്തും എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും ഏതൊക്കെയാണെന്ന്. ഗ്യാസ് ആണെങ്കിൽ നോക്കിക്കേ ഏതൊക്കെയാണ്? ഹൈഡ്രജന്, മീഥേന്, അമോണിയ, വാട്ടർ വേപ്പർ ആണ് കേട്ടോ. ആ യുറയുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ആട്ടോ. ദീസ് ഗ്യാസ് വെയർ ഫിൽഡ് ഇൻ ദ ക്ലോസ്ഡ് അപ്പാരറ്റസ്. പിന്നെ എനർജി സോഴ്സ് ഫോർ കെമിക്കൽ സിന്തസിസ് ആണല്ലോ, ലൈറ്റിംഗ്, തണ്ടർ കേട്ടോ. ഇത് നിങ്ങൾ ആ ടെസ്റ്റിലെ എക്സ്പെരിമെൻറ്റിൻ്റെ ആൻസർ ആണിത് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ പാഠത്തിൻ്റെ ലിങ്ക് കിടപ്പുണ്ട് കേട്ടോ. ഓരോ പാഠത്തിൻ്റെയും കിടപ്പുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ്, ആ എക്സ്പെരിമെൻറ്റിൻ്റെ സ്റ്റെപ്പ് ഇതുവരെ പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കണേ നിങ്ങൾ കേട്ടോ. യുറയുടെ കേട്ടോ സ്റ്റെപ്പ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. ഓക്കെ ആണേ. അതിൻ്റെ മലയാളം. അവർ നീരാവി ഉണ്ടാക്കാൻ ആദ്യമേ വെള്ളം തിളപ്പിച്ചു. ഈ നീരാവി വാതകങ്ങളുടെ ഒരു ഫ്ലാസ്കിലേക്ക് അയച്ചു. എന്നിട്ടോ മിന്നൽ പോലെ ഊർജ്ജം നൽകാൻ വൈദ്യുതി തീപ്പൊരികൾ ഉപയോഗിച്ചു. നീരാവി തണുപ്പിക്കാൻ വേണ്ടി വാതക മിശ്രിത ഒരു കണ്ടൻസറിലൂടെ കടത്തിവിട്ടു. ഒടുവിൽ വെള്ളത്തുള്ളികൾ രൂപപ്പെട്ടു. അതിലവർ അമിനോ ആസിഡുകൾ കണ്ടെത്തി. അമിനോ ആസിഡ് എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളതിൻ്റെ എക്സ്പെരിമെൻ്റ് ആയിട്ടോ. ഇപ്പം അതിൻ്റെ ഇംഗ്ലീഷും മലയാളമാണ്. നമ്മൾ പറഞ്ഞതാ ഈ അമിനോ ആസിഡ് എന്നാൽ എന്തെന്ന് നമ്മൾ പറഞ്ഞതാ. ഇനി അത് പറയണ്ടല്ലോ, നമ്മൾ ആ ഫസ്റ്റിൽ പറഞ്ഞതാ കേട്ടോ. പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ. പ്രോട്ടീനുകൾ ജീവിതത്തിന് വളരെ പ്രധാനമാണ്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജീവ ഘടകം കേട്ടോ. അത് നമ്മൾ പറഞ്ഞതാവും നിങ്ങളെ മുമ്പ് കേട്ടോ. ഓക്കെ, അടുത്തത് ഹൗ വാസ് ദ പ്രിമിറ്റീവ് സെൽ ഫോംഡ്? ആദിമകോശത്തിലുണ്ടായ മാറ്റങ്ങൾ എന്താണ്? ആദിമകോശങ്ങളിലുണ്ടായ മാറ്റം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് പുരാതന സമുദ്രങ്ങളിൽ രാസവസ്തുക്കൾ ഒന്നിച്ചു ചേർന്ന് ആദ്യത്തെ ജീവകോശം രൂപപ്പെട്ടു. എങ്ങനെ ആദ്യത്തെ കോശം രൂപപ്പെട്ടതെന്ന്? പുരാതന സമുദ്രങ്ങളിൽ രാസവസ്തുക്കൾ ഒന്നിച്ചു ചേർന്ന് ആദ്യത്തെ ജീവകോശം രൂപപ്പെട്ടു. ന്യൂക്ലിക് ആസിഡുകൾ സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നാണ് ആദിമകോശം ഉണ്ടായത് എന്നാണ് കേട്ടോ. നമ്മളത് ഇപ്പോൾ 2 വട്ടം പറഞ്ഞ ആദിമകോശം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് കേട്ടോ. എൻ്റെ മലയാളവും എൻ്റെ ഇംഗ്ലീഷുമാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇത് പ്രോക്യാരിയോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണേ. സെൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സെല്ലിൻ്റെ ഘടന, ന്യൂക്ലിയസ്, ആ ഓർഗനൽസ് വെച്ചാൽ അവയവങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾ എഴുതാനും കേട്ടോ. സിമ്പിളാണ്, പ്രിമിറ്റീവാണ്. ന്യൂക്ലിയസ് ഇല്ല. ഏതിലാ? പ്രോക്യാരിയോട്ടിൽ ന്യൂക്ലിയസ് ഇല്ല കേട്ടോ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കണമെങ്കിൽ നമുക്ക് എല്ലാ പാഠവും പറയുന്നതുകൊണ്ട് കേട്ടോ. എഴുതാത്തവർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2-3 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മലയാളമാണിത്. യൂക്യാരിയോട്ട് കോശങ്ങൾ മുഖ്യ സവിശേഷത എന്താവും നിങ്ങൾ? യൂക്യാരിയോട്ട് കോശങ്ങളുടെ പരിണാമ പ്രക്രിയകളുടെ ഭാഗമായി മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടതാണ് യൂക്യാരിയോട്ട് കോശങ്ങളുടെ മുഖ്യ സവിശേഷത കേട്ടോ. ബാക്ടീരിയ ഏതൊക്കെ തരത്തിലുണ്ട് നോക്കിയെന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? വായുരഹിത ബാക്ടീരിയകൾ, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നതാണ് വായുരഹിത ബാക്ടീരിയകൾ. എയറോ ബാക്ടീരിയകൾ
പിന്നെ എയറോബാക്ടീരിയ ഫോട്ടോസിന്തസിസ് ബാക്ടീരിയ എന്നീ 3 ബാക്ടീരിയകളാണ് കേട്ടോ. ക്യാൻ ലിവ് വിത്തൗട്ട് ഓക്സിജൻ കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. മറ്റേതോ ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണ് എയറോബിക് ബാക്ടീരിയയ്ക്ക്. മറ്റേതിനോ സസ്യങ്ങളെ പോലെ സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഫോട്ടോസിന്തസിസ് ബാക്ടീരിയ കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി നമ്മുടെ ആ ടെസ്റ്റിൻ്റെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ, പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം, അതങ്ങ് എഴുതിയെടുക്കണമെങ്കിലേ 19 ഇത് അതിൻ്റെ മലയാളം ഇപ്പം നമ്മൾ ആ കാണിച്ചതിൻ്റെ മലയാളമാണ്. പിന്നെ കോസ്മിക് കലണ്ടർ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കോസ്മിക് കലണ്ടർ, കരയിലെ സസ്യങ്ങൾ ഡിസംബർ 20-നാണ്, ഡൈനോസർ സസ്തനിയൊക്കെ കേട്ടോ. ഓക്കെ, അപ്പം ഒറിജിൻ ഓഫ് ദി ലൈഫ് എന്നുള്ള പാഠം ഇതേ ഉള്ളൂ. അതായത് എന്താ, ജീവൻ്റെ ഉത്ഭവം ജീവികളുടെ അല്ലേ, ജീവൻ്റെ ഉത്ഭവം ജീവികളുടെ. അടുത്ത കോശങ്ങളും, അടുത്ത ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കോശങ്ങൾ ആരാ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞു. കോശം എന്നാൽ എന്ത്, സെൽ ബയോളജി അല്ലേ, കോശ വിജ്ഞാനീയം എന്നാൽ എന്ത്, ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ ഇതിൽ പറഞ്ഞതാണ്. കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്, കോശവിജ്ഞാനത്തിൻ്റെ നാൾ വഴികൾ ഇതൊക്കെ പഠിച്ചാണ്. ജന്തുക്കളിലും കോശങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്, സസ്യങ്ങളിലുണ്ടെന്ന് കണ്ടുപിടിച്ചത് മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ കേട്ടോ. ജന്തുക്കളിലുണ്ടെന്ന് തിയോഡർ ഷാനാണ്. റുഡോൾഫ് വെർച്ചി വന്ന് എന്താ പറഞ്ഞത്, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പുതിയൊരു കോശം ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞത്. സെൽ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ തിയറി, കോശ സിദ്ധാന്തം കേട്ടോ. കോശ സിദ്ധാന്തം എന്താണ്, മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. നമ്മളിത് അടുത്തത് മൈക്രോസ്കോപ്പിനെ കുറിച്ച് ചോദിക്കും. നമ്മളിതെല്ലാം ഇതിൻ്റെ 2-3 പാർട്ട് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഇട്ടതാവും നിങ്ങളെ, അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് വന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നാണ്ട് വായിക്കാൻ തന്നെ അറിയാമല്ലോ. സിമ്പിളും കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഈ 2 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. മാഗ്നിഫിക്കേഷൻസ് പവർ, ആവർത്തന ശേഷി എന്നാൽ എന്താണ് നോക്കിയേ. ആവർത്തന ശേഷി മലയാളം ഇംഗ്ലീഷും ഉണ്ടേ. ഇനി മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഫങ്ഷൻസ്, ധർമ്മം, ഹോൾഡ്, അടിസ്ഥാന ഘടകമൊക്കെ പരിക്കൻ ക്രിബീറിന നോബുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് നോബുണ്ട്, കണ്ണാടി, അതിനകത്തിലെ കണ്ണാടി. ഓക്കെ, അടുത്ത ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പാഠം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളുടെ. ജർമ്മൻകാരനായ ഏണസ്റ്റ് റിസ്ക, മാക്സ് നോൾ എന്നീ ശാസ്ത്രജ്ഞനാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് കേട്ടോ. ആരൊക്കെയാണെന്നൊന്ന് പഠിച്ചു കേട്ടോ. അത് 1 വേഡിനകത്തിലൊക്കെ എഴുതാനുള്ള എഴുതിയത് കൊണ്ട് ഇതിനകത്തിൽ എഴുതിയതൊക്കെ അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കിയത് കേട്ടോ. പെക്യൂലിയാരിറ്റി, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള സവിശേഷത എന്താണ് നോക്കിക്കേ. പ്രകാശത്തിൻ്റെ ആവശ്യകത നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഈ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം ഈ നോട്ട് എഴുതി കാണും. അഥവാ ഇനിയും കിട്ടാത്തവരോ പുതിയതായിട്ട് കാണുന്നവരോ വല്ലതും ഉണ്ടെങ്കിൽ എഴുതിക്കോട്ടെ എന്ന് കരുതിയോ കുഞ്ഞുങ്ങളെ. കാരണം അടുത്ത ആഴ്ച മുതൽ എക്സാം തുടങ്ങുമല്ലേ അല്ലേ. പെക്യൂലിയാരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഇതൊക്കെയാണ് 3 വരിയേ ഉള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണം പഠിക്കാമെങ്കിൽ എഴുതാൻ പറ്റുന്ന 3 എണ്ണേ ഉള്ളൂ. പക്ഷേ ഇതിനൊക്കെ 3, 5 മാർക്കും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. ഒബ്സർവേഷൻ ഓഫ് മെറ്റീരിയൽസ് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലായിരിക്കും. നോക്കൂ നിങ്ങൾ, അടുത്തത് സസ്യകലകളെക്കുറിച്ചാണ്. ടിഷ്യൂസ് എന്നാൽ എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരൻകൈമ നമ്മൾ പറഞ്ഞിരുന്നുണ്ട്, അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പാരൻകൈമയെക്കുറിച്ച് എന്താണെന്നും അതിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്നും നമ്മൾ പഠിച്ചു. അടുത്ത കോളൻകൈമ കേട്ടോ. മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ. കോളൻകൈമ കണ്ടോ. ഇനി ഒരാളൂടെ ഉണ്ടാരാ, സ്ക്ലെയറൻകൈമ. നമ്മൾ പറഞ്ഞില്ലേ അവർ 3 പേരാണ് കേട്ടോ, സ്ക്ലെയറൻകൈമ. പിന്നെ നമ്മൾ 1 വേഡിൽ ഇതൊക്കെ പഠിച്ചതാണ്. സൈലവും ഫ്ലോയും തങ്ങൾ. സൈലം കണ്ടോ, എന്താണ് സൈലം? ശൈലത്തിൻ്റെ ജോലി എന്താണ്? വേരിൽ നിന്നും കാണ്ടത്തിൽ നിന്നും ഒക്കെ എന്താ വെള്ളം വലിച്ചെടുത്ത് ഇരകളിൽ കൊണ്ടെത്തിക്കുകയാണ് ശൈലം. ആ ഇരകളിലെല്ലാം കൂടെ ഫുഡെല്ലാം കൂടെ ആക്കി വെച്ചതിന് ശേഷം അത് ബാക്കിയുള്ളിടത്ത് കൊണ്ട് കൊടുക്കുന്നതാണ് ഫ്ലോയം കേട്ടോ. ഇനി അടുത്ത മെരിസ്റ്റമിക് അലകൾ എന്നാൽ എന്താണ് കേട്ടോ. മെരിസ്റ്റമിക്ക് അതിൻ്റെ സവിശേഷത, എല്ലാത്തിൻ്റെയും സവിശേഷത നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒരുപാടെണ്ണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാടെടുത്ത് നമ്മൾ കണ്ടു, അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്തത് ടിഷ്യൂസ്, സമാനമായ ടിഷ്യൂസുകളെ കുറിച്ച് നോക്കിക്കേ. ടിഷ്യൂസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ടിഷ്യൂസ് അതിനകത്തിൽ തന്നെ ഉണ്ടോ നിങ്ങളെ സിമ്പിൾ ടിഷ്യൂ കണ്ടോ, കോംപ്ലക്സ് ടിഷ്യൂ. സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ്. ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, വേരിൻ്റെ കാണ്ഡത്തിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നതാണ് എപ്പിക്കൽ അല്ലേ.
എപ്പിക്കൽ. ഇനി അതിൻ്റെ ലാറ്ററൽ ആണെങ്കിലോ, ലാറ്ററൽ കേൾക്കുമ്പോഴേ അറിയാം എന്താ സൈഡിൽ അല്ലേ, ലാറ്ററൽ സൈഡിൽ വരുന്നതാണ്. ഇൻ്റൽ കാലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, രണ്ട് പർവ്വങ്ങൾക്കിടയിൽ നമ്മൾ പറഞ്ഞ അല്ലേ, രണ്ട് പർവ്വങ്ങൾക്കിടയിൽ, അത് നമ്മൾ ഇത് പറഞ്ഞ. ഇനിയുണ്ടോ നിങ്ങളെ പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട് അല്ലേ, സ്ഥിരമായിട്ടുള്ള എന്താ, വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹത്തിൽ സ്ഥിരകല എന്നാണ് പറയുന്നത് കേട്ടോ. സെൽ ക്ലസ്റ്റർ ഓർ ടിഷ്യൂസ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ എബിലിറ്റി ടു ഡിവൈഡ് ആർ നോൺ ആസ് പെർമനൻറ്റ് ടിഷ്യൂ. അപ്പോൾ അത് രണ്ട് മാർഗം വാട്ട് ഈസ് പെർമനൻറ്റ് ടിഷ്യൂ കേട്ടോ. ടിഷ്യൂ രണ്ടെണ്ണമാണ്, മെരിസ്റ്റമാറ്റിക്കും പെർമനൻറ്റിൻ്റെ കേട്ടോ. പെർമനൻറ്റ് ടിഷ്യൂന് ഉദാഹരണം എന്തൊക്കെയാണ്, പാരൻകൈമ, സ്ക്ലെറൻകൈമ, കൊളൻകൈമ, സൈലം, ഫ്ലോയോ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന ആനിമൽ ടിഷ്യൂ ആണ് കേട്ടോ. നിങ്ങൾ പ്ലാന്റ് ടിഷ്യൂവും ആനിമൽ ടിഷ്യൂവിൻ്റെയും പടം ടെസ്റ്റിലുണ്ടെന്ന് തോന്നുന്നു. അത് കേട്ടോ. അതിന് ഈ ടിഷ്യൂ ആണെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ, എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ച് ഉണ്ട്. മൂന്ന് മാർഗ്ഗം കേട്ടോ. എപ്പിത്തീലിയൻ ടിഷ്യൂ, ജന്തുകലകളുടെ എപ്പിത്തീലിയൻ. അടുത്ത കണക്റ്റീവ് ടിഷ്യൂ, സംയോജക കല എന്നാൽ എന്താണ്? വായിച്ച് കുഴപ്പി കേട്ടോ, രാവിലെ തൊട്ട് പഠിപ്പിക്കുന്ന നിങ്ങളിപ്പോൾ രാത്രിയായി. ഇപ്പം ഞാൻ 9 മണിയൊക്കെ എടുക്കുന്നത് കേട്ടോ, രാവിലെ 7 മണിക്ക് തുടങ്ങുന്നത്. അതുകൊണ്ട് വായിച്ച് കണക്റ്റീവ് ടിഷ്യൂ, സംയോജക കല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നോട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് മതി. ഞാൻ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം കണ്ടെങ്കിരുന്ന് ഉറങ്ങിപ്പോയല്ലോ. മസിൽ ടിഷ്യൂ, പേശീകല കേട്ടോ. പേശികല എല്ലാ പേശികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അടുത്ത ന്യൂറൽ ടിഷ്യൂ എന്ന് വെച്ചാൽ നാഡികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും മസിൽ ടിഷ്യൂവും ന്യൂറൽ ടിഷ്യൂവും തമ്മിലുള്ള വ്യത്യാസം. ഇനി സ്റ്റെം സെൽസ്, വിത്തുകോശങ്ങളെക്കുറിച്ച്. വിത്തുകോശങ്ങൾ സെൽ വാൾ എന്നാൽ എന്ത്? ഇനി മുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സെൽ വാൾ. സെൽ ഓർഗനൈൽസിൻ്റെ കേട്ടോ. സെൽ വാള് കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയെയാണ് കോശഭിത്തി അല്ലേ. അതത്രയും നല്ല ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. അതുപോലെ നിങ്ങളെ കോശസ്തരം, സെൽ മെംബ്രെയിൻ, അതിൻ്റെ നോക്കിയേ, അതിൻ്റെ ഇംഗ്ലീഷേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് മലയാളം കാണും. സെമി പെർമിയബിൾ മെംബ്രെയിൻ, അതിൻ്റെ മലയാളം കണ്ടേ. പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും ഞാനിപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. പ്രോട്ടോപ്ലാസം എന്താണ്, സൈറ്റോപ്ലാസം എന്താണ് കേട്ടോ. അതുപോലെയാണ് എഴുതിയെടുക്കണേ നിങ്ങളെ, മലയാളം ഉണ്ടേ. സൈറ്റോപ്ലാസം. സെൽ ഓർഗനൈൽ എന്നാൽ എന്ത്? കോശാംഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് കണ്ടോ. മർമ്മം എന്നാൽ എന്താണ്? ന്യൂക്ലിയസ്, മർമ്മം. ഇംഗ്ലീഷും മർമ്മകം ഉണ്ട് കേട്ടോ. ന്യൂക്ലിയോലസ്, ഇംഗ്ലീഷ്, മലയാളം. ഗോൾജി അപ്പാരറ്റസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ പടം നോക്കി പഠിക്കണം കേട്ടോ. ഇതിൻ്റെ എല്ലാം പടം നോക്കി വേണേ നിങ്ങളെ പഠിക്കാൻ കേട്ടോ. ഈ ഗോൾജി അപ്പാരറ്റസിൻ്റെ പടം തന്നിട്ട് ഇത് എന്താണെന്ന് നിങ്ങളോട് എഴുതാൻ ചോദിക്കും കേട്ടോ. ഞാൻ ടെസ്റ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നിങ്ങൾ ആ പടം വെച്ച് തന്നെ വേണം പഠിക്കാൻ കേട്ടോ. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മലയാളവും ഇംഗ്ലീഷും. മൈറ്റോകോൺട്രിയ, വാക്യൂള്, ഫേനം, വാക്യൂള്, റൈബോസോം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ആ പാഠത്തിനകത്ത് അത്രയേ ഉള്ളൂ. ഏതായിരുന്നു? കോശങ്ങളും കോശജാലങ്ങളും കേട്ടോ. ഇനി അടുത്തത് ജീവൻ്റെ വൃക്ഷം. അതെ, ടാക്സോണമി എന്നാൽ എന്താ? ജീവൻ്റെ വൃക്ഷം അടുത്ത പാഠം കേട്ടോ. നമ്മളിതെല്ലാം ലിങ്കിൽ ഇട്ടതാ, എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്തവർക്കും എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ട്. ടാക്സോണമി എന്നാൽ എന്ത്? അതിൻ്റെ ഇംഗ്ലീഷാണ്, അതിൻ്റെ മലയാളമാണ് ടാക്സോണമി. അരിസ്റ്റോട്ടിലിനെ കുറിച്ച് ഫ്രാസ്റ്റസ് ഓരോരുത്തരും പറഞ്ഞത്. ജോൺ റേ എന്താണ് പറഞ്ഞത് കേട്ടോ. ഏണസ്റ്റ് ഹാക്കൽ എന്താണ്? ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് വായിച്ച് നോക്കണേ. എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഓൾറെഡി 2-3 വട്ടമൊക്കെ ഇട്ടതാവും നിങ്ങളെ, അതുകൊണ്ട് കേട്ടോ. ഈ കാൾ ലിനസ്, നമ്മൾ മുമ്പേ അദ്ദേഹത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചതാണ്. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് കാൾ ലിനസാണ് കേട്ടോ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇത് ഇംഗ്ലീഷ്, ഇത് മലയാളമാണ്. പിന്നെ കിങ്ഡം അനിമേലിയെക്കുറിച്ചാവും നിങ്ങളുടെ. കിങ്ഡം 2 കിങ്ഡം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. 2 കിങ്ഡം, 3 കിങ്ഡം, 5 കിങ്ഡം കേട്ടോ. കിങ്ഡം അനിമേലിയ ഇതാണ് കറക്റ്റ് ഓർഡറിൽ പഠിക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ. കിങ്ഡം കഴിഞ്ഞ് ഫൈലം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഓർഡർ കഴിഞ്ഞ് ഫാമിലി കഴിഞ്ഞ് ജീനസ് കഴിഞ്ഞിട്ട് സ്പീഷ്യസ് കേട്ടോ.
ഇത് കറക്റ്റായിട്ട് തന്നെ പഠിക്കണേ. ഫൈലം എന്താണ്? ഫൈലം. സ്പീഷ്യസ് എന്താണ്? സ്പീഷ്യസ്. അയക്കാൻ പറ്റുന്നുണ്ടോ? ഈ ടാക്സോണമിയുടെ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, വർഗീകരണ തലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടേ, അങ്ങനെയാണെങ്കിൽ ടൈഗറിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ടൈഗർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷന് അതിൻ്റെ കിങ്ഡം, ടൈഗറിൻ്റെ കിങ്ഡത്തിൽ എങ്ങനെയാണ് വരുന്നത്, ഇത് അതിൻ്റെ അതുപോലെ തന്നെ ഫൈലത്തിൽ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ക്ലാസ്സിൽ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഓർഡർ എങ്ങനെ. ഇത് ആ ഓർഡർ തന്നെ പഠിക്കണം കേട്ടോ. ഫാമിലി കഴിഞ്ഞിട്ട് ജീനസ് കഴിഞ്ഞിട്ടാണ് സ്പീഷ്യസ്, ലാസ്റ്റിലാണ് സ്പീഷ്യസ്. ഞാനിത് സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ചാപ്റ്റർ ഫുള്ളുള്ളതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ ചിലപ്പോൾ 15 മിനിറ്റ് ഇരുന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ പൊയ്ക്കോ, എന്നിട്ട് ബാക്കി വന്ന് കണ്ടാൽ മതി കേട്ടോ. ഒറ്റയടിക്ക് ഇത് മൊത്തം കാണാനല്ല പറയുന്നത്, കുറേശ്ശെ എടുത്ത് വെച്ചിരുന്ന് ഓരോ ദിവസമായിട്ട് പഠിക്കുക. എന്താ നിങ്ങൾ ടാക്സാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വൺ വേടി പറഞ്ഞല്ലേ, ടാക്സാ. അത് ഞാൻ വൺ വേടി പറഞ്ഞതാണ്. സ്പീഷ്യസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങൾ ഉൾപ്പെടുത്തിയ കാൾ ലിനേഴ്സ് ആണ് സസ്യങ്ങളുടെ വർഗിച്ചത്. നോക്കിയ തെങ്ങിൻ്റെ അടുത്ത തെങ്ങ്, മുമ്പ് ആനിമൽസിൻ്റെ വർഗീകരണമാണ് മുമ്പ് പറഞ്ഞത് കേട്ടോ. ടൈഗർ ആണ് അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ആദ്യമേ പറഞ്ഞ എന്താ ഇപ്പം നമ്മൾ ഈ കാണിച്ചില്ലേ, ഇപ്പം ഈ കാണിച്ചത് ഫുള്ള് ഏതാണ് വർഗീകരണ തലങ്ങൾ ഇതിൻ്റെ ടൈഗറിൻ്റെ കേട്ടോ. എന്ന് വെച്ചാൽ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം നമ്മൾ കാണിച്ചത് ഫുള്ള് കേട്ടോ, ആനിമൽസുമായിട്ട്. ഇനിയും എന്താ പ്ലാന്റ്സുമായിട്ടാണ്. പ്ലാന്റ്സിൽ എങ്ങനെയാണെന്ന് നോക്കിയേ, ഒന്നാമത്തെ പ്ലാന്റ്, ഇതിനകത്തിൽ ഫൈലം ഇല്ല കേട്ടോ, ഇതിന് പകരം ഡിവിഷനാണ് കേട്ടോ, ഡിവിഷൻ. നമ്മൾ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പാഠം എടുത്ത് നമ്മുടെ ഇതിൽ നോക്കിയാൽ മതി കേട്ടോ. ഈ പാഠത്തിനകത്ത് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോട്ട് കിട്ടാത്തവർക്കാണ് ഇപ്പോൾ പറയുന്നത്. കോക്കസ് ന്യൂസിഫറ എന്തോത്തിൻ്റെ ആയിരുന്നു? തെങ്ങ്, കോക്കോനട്ടിൻ്റെ കേട്ടോ, കോക്കോനട്ടാണ് കോക്കസ് ന്യൂസ്. അരിക്കേസിയ എന്തോ ആയിരുന്നു നിങ്ങൾ? അരിക്കേസിയ, അരി എന്തിൻ്റെ? അതൊക്കെ ചോദിക്കും കേട്ടോ, ഇപ്പോൾ ആർക്കും അനക്കമില്ലായിരിക്കും. അടുത്ത കാൾലിനേഴ്സിൻ്റെ വർഗീകരണത്തിനനുസരിച്ച് അനിമേലിയ, പ്ലാന്റ് എന്നീ 2 കിങ്ഡങ്ങളാണ് അവർ തരംതിരിച്ചിരിക്കുന്നത്. ഇത് 2 കിങ്ഡം വർഗീകരണ രീതി അറിയുമ്പോൾ 2 കിങ്ഡം എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണേ, പ്ലാന്റ്, അനിമേലിയാണ്. സസ്യവുമല്ല ജന്തുവുമല്ലാത്ത ജീവികളുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ബാക്ടീരിയ ആയാലും പാരാമീസിയം ഒക്കെ ആണെങ്കിൽ അത് ഏതാ, പ്ലാന്റ്സ് ആണോ അനിമൽസ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കും, സസ്യവുമല്ല ജന്തുവുമല്ലാത്തത്. യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ എന്താ, ഒരു സെല്ല് മാത്രമല്ല കേട്ടോ. മൾട്ടി എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലുള്ളത്. മഷ്റൂം, ഈസ്റ്റ്, ഇതൊക്കെ. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. 5 കിങ്ഡം, 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നല്ലപോലെ പഠിക്കണേ കേട്ടോ. 5 കിങ്ഡം എന്താ? 5 കിങ്ഡത്തിൽ വരുന്നതാണ് 1 മൊണീറ കേട്ടോ. എന്താണ് മൊണീറ? എന്താണ് പ്രൊട്ടിസ്റ്റ? 5 കിങ്ഡത്തിനകത്തിൽ അവർ പറഞ്ഞതാ ആദ്യം 2 കിങ്ഡമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം ആനിമേലിയയും പ്ലാന്റിൽ നിന്ന് 2 എണ്ണേ ഉള്ളെന്ന് ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അപ്പോൾ അതിനെക്കുറിച്ചാണ് ആദ്യമേ വിശദീകരിച്ചത്. രണ്ടാമത്തെ ആൾ 3 ഉണ്ടെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചും കുറേ വിശദീകരിച്ചു. 5 കിങ്ഡം ഉള്ളെന്ന ആൾ പറഞ്ഞത് മൊണീറ എന്താണെന്നും ഇതൊക്കെ എന്താണെന്നുമാണ്. 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ ആൾ എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് ഇത് പറയുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ആദ്യമേ ഇത് മൊണീറ പറഞ്ഞല്ലോ, പിന്നെ പ്ലാന്റ് മുമ്പ് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ പറയുന്നതല്ലേ. ഓരോരുത്തർ വന്നപ്പോഴും ഇതിനെക്കുറിച്ച് ഓരോ മാറ്റങ്ങൾ വരുത്തി അല്ലേ. അതാണ് ഈ പറയുന്നത് കേട്ടോ. അനിമേലിയ 5 കിങ്ഡത്തിനകത്തിലെ അനിമേലിയ പറയുന്നത് ബഹുകോശ യൂക്യാരിയോട്ടുകളാണ്, പരപോഷികളാണ്, ചലനോപാധികളും നിയതമായ ഗ്രാഹികളും ഉള്ളവയാണ്. സ്പോഞ്ചുകൾ പോലുള്ള ലളിത ഘടനയുള്ളവ മുതൽ സങ്കീർണ ഘടനയുള്ള മനുഷ്യൻ വരെ ഉൾപ്പെടുന്നു. അതിനകത്തിൽ നിന്നൊക്കെയാണ് അനിമേലിയക്കകത്തിൽ, അതായത് 5 കിങ്ഡത്തിനകത്തിലെ അനിമേലിയക്കകത്തിൽ പറയുന്നത് കേട്ടോ. 5 കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ആണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ, ഇമ്പോർട്ടൻ്റ്. 5 കിങ്ഡം. ഇതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. മൊണീറ, 5 കിങ്ഡത്തിലെ മൊണീറ, പ്രൊട്ടിസ്റ്റ, പ്ലാസ്മോഡിയം, എൻഡമീബ, ഇതൊക്കെ എന്തോത്തിന്ന് വരുന്നതാണ്. ബെഞ്ചി സാപ്രോഫൈറ്റ്സ് എന്തായിരുന്നു എൻ്റെ മലയാളം? ശവോപജീവികളെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, സാപ്രോഫൈറ്റ്സ്. കെറ്റിൻ,
ഫംഗസ് കോശങ്ങൾക്ക് കെറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച ഒരു കോശഭിത്തി ഉണ്ടെന്ന് കേട്ടോ. പേരിന് പിന്നിൽ ബൈനോമിയൽ ന്യൂമൺ ക്ലെച്ചർ വിമാന പദ്ധതി. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ നോട്ട് കിടപ്പുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 6 കിങ്ഡം അവസാനം പറയുന്നുണ്ട് കേട്ടോ, 6 കിങ്ഡം. ഓക്കെ, ഇനി ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മുടെ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി, അതിൻ്റെയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളത് എഴുതിയെടുക്കണേ. അതിനകത്തിലെ ലൈക്കണുകൾ ഇമ്പോർട്ടൻ്റ് കേട്ടോ, ലൈക്കൻസ് അതൊക്കെ ടെസ്റ്റ് കിടപ്പുണ്ട്. നമ്മുടെ ആ ചാനൽ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ. ഇതിപ്പോൾ നമുക്ക് ഒരുപാട് നോട്ടായി പോകും. അപ്പോൾ നിങ്ങൾ തന്നെ പേടിച്ചു പോകും ഇതെല്ലാം കൂടെ കണ്ടിട്ട്. ബയോളജിയിൽ ഇത്രയും നോട്ടുണ്ടോയെന്ന്. ലാസ്റ്റിലത്തെ ചാപ്റ്റർ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട് കേട്ടോ, അതെടുത്ത് കാണണേ. അപ്പോൾ കണ്ടിട്ട് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒക്കാവുന്നതന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. എല്ലാം കൂടെ പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയും മാക്സിമം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.